പിടിച്ചതല്ല. ലവ് ഫ്രം MRC ബ്രോ. ലവ് ഫ്രം MRC പറയുന്ന ഹോണസ്റ്റ് ആയിട്ടാണെങ്കിൽ താങ്ക് യു സോ മച്ച്. പക്ഷെ വേറൊരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് വന്നായിരുന്നു. യൂട്യൂബിൽ ഒരു ലൈവ് വന്നായിരുന്നു. യൂട്യൂബില് ലൈവില് ഞാൻ എൻ്റെ RP കൊണ്ട് പുള്ളി ചെയ്ത വ്യൂസും വാച്ചിങ്ങും എല്ലാം കഴിഞ്ഞ് സ്ട്രീം അപ്ലോഡായി കഴിഞ്ഞപ്പം ഞാൻ കമന്റ് എടുത്ത് നോക്കുമ്പം കമന്റ് സെക്ഷൻ MRC തൂക്കി. കണ്ടോടാ MRCയുടെ സപ്പോർട്ട്, MRC വ്യൂവേഴ്സിനെ കണ്ട്. അതുപോലെ വന്ന് പറയാതിരുന്നാൽ മതി, ബാക്കിയെല്ലാം സന്തോഷമാണ്. അതുപോലെ വന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇതാക്കുന്നത്. T47 ഇഷ്യൂ എന്താ? ആരാ T47 ഇഷ്യൂ? അവർക്ക് ഇഷ്യൂ വേണമെന്നായിരിക്കും. ഇഷ്യൂ ആക്കണോ? ഇപ്പൊ ഇഷ്യൂ ആക്കണോ? അതാണ് വേണ്ടത്. അതാണ് വേണ്ടത്. ഈ സീസൺ കഴിഞ്ഞ് ഇനി അടുത്ത സീസൺ തുടങ്ങാം. അതെ. എടാ എന്നെ ഒന്ന് VC ഒന്ന് ഡിസ്കണക്ട് ചെയ്തടാ. നമുക്ക് ഒന്നാമത്തെ കാര്യം, നീ ഒരു തീട്ടമാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. നീ നല്ല A ക്ലാസ് അടി മേടിക്കുന്നവനാ. നീ അതിന്റെ കൂടെ കളിക്കാൻ അറിയാവുന്ന പിള്ളേരെ കൊണ്ട് കണ്ട ഏപ്പരാച്ചുകളുടെ കൂടെ പോയിട്ടിരുന്ന് 1v1 കളിച്ചിട്ട് 1v1 അടിക്കുന്ന ഇതിനകത്ത് TDM അടിക്കുന്നതിലല്ല കാര്യം. മനസ്സിലായ? സിറ്റുവേഷൻ എടുത്ത് അടിക്കണം കഴിവുള്ളവന്മാര്. അല്ലാതെ സിറ്റുവേഷൻ എടുക്കാൻ വരുമ്പോ ഇഗ്നോർ ചെയ്ത് പോയിട്ട് TDM വന്ന് മെസ്സ് കാണിക്കണതല്ല. അത് നീ ആയോണ്ടാ. വേറെ ആരെങ്കിലും അവന്റെ കൂടെ ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് അടിച്ചേനെ. ഡിസ്കൗണ്ട് ചെയ്താ പെട്ടെന്ന്. ഫോട്ടോ അയച്ചിട്ട് 10 സെക്കൻഡിനുള്ളിൽ വിളിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഹലോ. ആ ജോക്കി എവിടാണ്? 2 ദിവസമായല്ലോ കണ്ടിട്ട്. ഞാനിവിടെ കാണാൻ സുഖമായിട്ടിരിക്കുന്നോ? ഓ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു ജോക്കി. ഞാൻ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. ഈ അണ്ടി ഫാക്ടറി മേടിച്ച മെഷീനകത്ത് എല്ലാം കൂടെ എലി കയറി കരണ്ട്. നീ അറിഞ്ഞാ ഒരു കാര്യം പറയട്ടെ? എന്ത്? മറ്റേ എലിയില്ലേ നമ്മുടെ പുള്ളിക്കാരത്തി കുലസ്ത്രീ ആയിരുന്നു. പുള്ളിക്കാരത്തി ഇപ്പൊ സംഭവം അറിയോ? പുള്ളിക്കാരി ഈ നര തെളിഞ്ഞ കിളവിയായോണ്ടേ ഈ പയ്യന്മാരെ കിട്ടാത്തോണ്ട് പുള്ളിക്കാരി പുതിയ ഇറങ്ങിയ ട്രെൻഡ് എത്തുന്ന വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന്റെ കാല് കഴുകി വെള്ളം കുടിക്കുക, മറ്റേ ആണുങ്ങളെ കാണുമ്പോൾ തിരിഞ്ഞു കിടക്കുക. നിന്നെ അന്വേഷിച്ചായിരുന്നു കേട്ടോ. വെള്ളം കുടിക്കാനാ? അല്ല, അവക്ക് എന്ത് താല്പര്യമുള്ളൂ. എന്റെ അടുത്തോ? എന്റെ അടുത്ത് ഞാൻ പിന്നെ അല്ലല്ല ഞാൻ അങ്ങനെ പോകും. നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? നമ്മള് പോത്തില്ലല്ലോ. ഞാനങ്ങ് വിട്ടുന്നേ. പിന്നെ ഗർഭാശാസം വന്നിട്ടുണ്ട് കേട്ടോ ജോക്കി. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ എക്സിനെ എനിക്ക് ഏട്ടത്തിയമ്മന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ജോക്കി മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ ഞാൻ വേണ്ടാന്ന് വെച്ചേ. അല്ലെങ്കിൽ തന്നെ അത്രയും വലിയ എപ്പോഴായിരിക്കും ജോക്കി കിട്ടുമോ? പിന്നെ എന്റെ പട്ടി കിട്ടും. എടാ ലോകം അവസാനിച്ചിട്ട് അവസാനം സുമതി അമ്മായി മാത്രം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചിലപ്പോ അവരെ കെട്ടിന്ന് വരും. പക്ഷെ ഈ പെണ്ണുമ്പിള്ളെ ഞാൻ കിട്ടൂല. മനസ്സിലായോ നിനക്ക്? അത് ഞാനും എടുത്ത തീരുമാനമല്ലേ ജോക്കി. അത്രേ ഉള്ളൂ. അതിനകത്തൊന്നും കുറെ മാറ്റമൊന്നുമില്ല. ഗർഭാശാസം വന്നിട്ടുണ്ട് കേട്ടോ. ആശ വന്നിട്ടുണ്ടോ? ആശാന്റെ നമ്പർ ഉണ്ടോ കയ്യില്? ആശാന്റെ നമ്പർ ഇല്ല കയ്യില്. ഞാൻ സ്പീക്കർ ഇടാ. ഇങ്ങനെ ഇവിടെ പോയി ഇങ്ങനെ ആശാനെ വിടറേ. ഇരിക്കുന്നുണ്ട് എവിടെ? താഴെയോ? ഒരു മിനിറ്റ്. ഇത് ഇതല്ലേ എന്തൊരു കമ്പാരിസൺ ആണ്. സത്യമാണ്. ആശാനെ കണ്ടോ പാപ്പ? LX ആണ്. അവന് VC-ലായോണ്ടാടാ വരാൻ. ഞാൻ VC-ല. ഞാൻ ഇന്ന് RP കയറും. ഞാൻ സത്യം പറയുന്ന RP കയറാതെ ഞാൻ ഇത് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചാണ്. ഇങ്ങനെ ഇത് സംസാരിച്ച് ഒറ്റയ്ക്ക് സംസാരിച്ച് പിച്ചും പേയൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടാ. എടാ ഹലോ. ഹലോ. നീ മറ്റേ പോലീസ് സ്റ്റേഷൻ ഇല്ലയോ? എവിടെ? പോലീസ് സ്റ്റേഷൻ പോസ്റ്റൽ കോഡ് പറ. ഇവിടെ കുറെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ജോക്കി. ഇത് ഞാൻ 8010ന്റെയും 8091ന്റെയും അണ്ടി ഇടയ്ക്കുണ്ട്. 8010ന്റെയും 8091ന്റെയും അണ്ടിയുടെ ഇടയ്ക്കുണ്ട്. അതെങ്ങനെ 8010 8091 ഒരുമിച്ച് വരുന്നേ? 8010ന്റെ ഓപ്പോസിറ്റ് ആണ് 8091.
ഓക്കെ 8010. ഇല്ലില്ല ആശാനെ അവോയ്ഡ് ചെയ്തില്ല. വാസു വിളിച്ചായിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് നിക്കേ. നിങ്ങളുടെ കമന്റ് എല്ലാം പോയി, എനിക്ക് കമന്റ് വർക്കാവുന്നുണ്ട്. ഇല്ലില്ല ഞാൻ ഫോൺ വന്നേല്ലേ, വാസു വിളിച്ച് കോളിലുണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ടാ. നിങ്ങളൊന്ന് സ്പീക്കർ സംസാരിച്ചേ. എടാ വാസു, ഗർഭസാശം പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേറ് വണ്ടി കേറ്. ഇല്ല ആശാൻ പറഞ്ഞ കേൾക്കുന്നില്ല. ആശാൻ പറഞ്ഞ കേൾക്കുന്നില്ല, ആശാൻ വേറെ ഫോണിലാണ്. ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് വാ 810 891 ഇടയ്ക്കുള്ള റോഡിലുണ്ട്. എടാ 810 അല്ല 8010. 8010 മാർക്ക് ചെയ്തേക്കുന്നത്. അതാ വരുന്നത്. എന്താ ലേറ്റ് ആയത്? ഹലോ ഓർമ്മയുണ്ടോ? പിന്നെ സുഖല്ലേ? ഹലോ ഹലോ ഓർമ്മയുണ്ട് സുഖല്ലേ? നന്നായിട്ട് നല്ല വിശേഷം, നന്നായിട്ടിരിക്കുന്നു. ഞാന് 7039. 7039. പക്ഷെ പൊക്കോണ്ടിരിക്കുക. ഞാനിപ്പോ 7038 7037 7035 ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പൊക്കോണ്ടേ ഇരിക്കുക. ഹലോ അവനെ എന്റെ മച്ചമ്പിയെ പോലെയാണ് അവൻ എന്നെ വിളിച്ചിട്ട് ഓരോന്ന് ചോദിക്കണത്. അത് ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അല്ല ആരോ ഇതെന്താ 2 മാർക്ക് കിടക്കുന്നത്? നീ 1 മാർക്ക് കിട്ടോ? ഒരു മാർക്ക് എങ്ങോട്ടാ? ടീമിലോട്ടാണ്. അല്ല ഇവിടെ 8010 എവിടെയാണെന്നാണ് ജോക്കി പറഞ്ഞത്. ഞാൻ എന്റെ ഫ്രീ കാർഡിൽ അവിടം വരെ എത്തിയപ്പോഴത്തേക്ക് കണ്ട താഴെ. ഇത് പോലീസുണ്ട് നമ്മള്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലില്ല കൊണ്ടുപോയി 3 ദിവസം കിട്ടൂലേ, 3-4 ദിവസം കിട്ടൂല. അവിടെ സേവ് ചെയ്യണം. എവിടെ കൊണ്ട് സേവ് ചെയ്യണം? അവിടെ നിൽക്കുന്നതെല്ലാം കണ്ട അവിടെ സേവ് ചെയ്യാം. ജോക്സ് പറയൂ. ഞാനിവിടെ മര്യാദക്ക് സിറ്റിക്കാർ ജീവിക്കുന്ന മനുഷ്യനല്ല. എനിക്ക് കാര്യം ഒന്ന് പറഞ്ഞത് മൊത്തം കേൾക്കണം. അങ്ങോട്ടൊന്ന് മാറ്റി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോക്കിയുടെ സൗണ്ട് ഭയങ്കര കുറവ് കേട്ടോ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം, ക്ലിയർ ആയിട്ട് കേൾക്കാം. ഞാൻ മര്യാദക്ക് സിറ്റി ജീവിച്ചോടാണ് ആശം വരുന്നത് കേട്ടോ. ഊർച്ചയായിട്ട് ഇനി ആശാനെ കൂടെ നിർത്തിക്കൊണ്ടെങ്കിൽ എനിക്ക് സുഖം. ആശാനെ ഇപ്പൊ പഴയതുപോലല്ല, നമുക്ക് ഇഷ്ടംപോലെ പെൺപിള്ളേരൊക്കെ ഉണ്ട്, ഫുൾ ചിക്സിന്റെ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെ പറ്റത്തില്ല. അതിനാണ് ബാക്കിൽ തന്നെ ഓടി വന്ന എന്റെ വേറൊരു വണ്ടിക്കാരന് വെച്ചിട്ട് സൗണ്ടിന് ഒരു ഗാംഭീര്യമൊക്കെ വന്നല്ലോ. സമാധാനായി ബ്രോ കണ്ണ് കണ്ടൂടെ? എന്റെ മസ്താങ്ങിലാണ് കൊണ്ടിടിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നിന്റെ കൈമിൽ തോക്ക് വന്ന്. ഹലോ കഞ്ചാവാണോ? അപ്പൊ കെട്ടിറങ്ങിട്ട് വാ ബ്രോ. അങ്ങനെയല്ല ചോദിച്ചേ, കഞ്ചാവ് കുഞ്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല. നമുക്കറിയില്ല. മിസ്റ്റർ തൂമ്പക്കണ്ണൻ കം ഐ വിൽ നമ്മളത്തരത്തിലുള്ള ആൾക്കാരല്ല ബ്രോ. നമ്മളെ ബ്യൂറേജസ് വെക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. വെള്ളപ്പൊ കിട്ടോ ഞാൻ പറയട്ടെ ജോക്കി, ഞാൻ കേട്ടെ. ഇവിടെ നിന്നാ ഇങ്ങനെ ആൾക്കാർ വന്ന് പൊതിഞ്ഞോണ്ടിരിക്കും. നമുക്ക് എങ്ങോട്ടേലും വാ, അതെ ജെൻസി പിള്ളേരടക്കം പിടിച്ചിരിക്കാൻ വേണ്ടിട്ടുള്ള അടവ്. ഒന്നും പറഞ്ഞ ഒരു പ്രായത്തിന്റെ കാര്യം പറയാം ആശാനെ. ഞാനല്ല ഈ ബാഗി പാന്റ്, ഇത് സുന്ദരിയമ്മയുടെ പാവാടയാ. ഞാൻ അത് കൂടെ വെട്ടി തയ്ച്ചൊരു പോക്കറ്റൊക്കെ ഇട്ട് പട്ടീന്റെ വാലിന് വരെ ബാഗി പാന്റ്. ഞാനിനി മാറ്റുന്നത് ഞാനിത് ഇട്ടില്ല. നിങ്ങള് ബാഗ് ഇട്ടേക്കണല്ലേ?
ഇതൊക്കെ ഇനി ചെയ്യാനുള്ളൂ, മനസ്സിലായ? ഈ ജെൻസി പിള്ളേരൊക്കെ പിടിച്ചിരിക്കട്ടെ. ഞാനിത് കാണുന്നുണ്ട് അപ്പൊ പക്ഷെ ഈ ബാഗിലൊരു പ്രശ്നം, ഇത് അടി കൂട്ടി വെച്ച ബാഗാണ്. ഇത് ഇതിന്റെ ബാഗ് ബ്രാൻഡ് നോക്കിയാണ്ട് ബാക്കിൽ കാണാൻ പറ്റും. നോട്ടെ, അച്ഛനെ ചന്തി എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ചന്തയല്ല ബാഗിടാ, ബാഗ്. ബാഗോ? ഓ, സഞ്ചി എന്നാണോ പറഞ്ഞത്? ഞാൻ ചന്തി എന്നാ കേട്ടത്. സഞ്ചി ആശാൻ അങ്ങനെ ലുക്കായി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാ. ഞാൻ പണ്ടേ ലുക്ക് തന്നെയല്ലേ. പിന്നെ ആശാൻ ഉള്ള കാര്യം ഞാൻ പറയാം, ഈ സഞ്ചി കൊട്ടാന്നൊന്നും ഇവിടെ പറയരുത് കേട്ടോ, എനിക്ക് ദേഷ്യം വരുവേ. അല്ല സഞ്ചിക്ക് പിന്നെ സഞ്ചി എന്നല്ലേ പറയണ്ടേ? ഒരാളെ തോളത്ത് രണ്ടുപേരും തോളത്ത് വെച്ച് വണ്ടിക്കത്തില്ല. വാ, എടീ നമ്മുടെ അപ്പാപ്പൻ അങ്ങനെ കൂടെ കേൾക്കണമല്ലോ. ഏതപ്പാപ്പൻ? ഓ, ജോഡി പാപ്പനെ കേട്ടോ. നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ പോയി ഫോർ സീറ്റർ എടുത്തിട്ട് എടുത്തിട്ട് വരാം. ബെറ്റർ തരാം. ഇല്ലില്ല, തോളത്ത് കയറ്റാൻ പറ്റൂല. ഇവിടെ ഗരാജ് ഇല്ല അടുത്തൊന്നും. മുതുകി പോണോ? ആ, ഇതോ ഗരാജ് അല്ലേ പറഞ്ഞ പോലെ? ഇവിടെ ഉണ്ടല്ലോ തൊട്ടടുത്ത്. ഞാൻ മാർക്ക് ചെയ്ത ഇവിടെ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ വണ്ടി എടുക്കുന്നത്. പീഡിയിലുണ്ട്. ആ, പീഡിയിലെടുക്കാം. പീഡിയിൽ എവിടെ എടുക്കുക? ഇത് സേവ് ചെയ്യാൻ പറ്റുമോ? ഇവിടെയാണോ സാധനം? ആ, ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. പീഡിയിൽ എടുക്കാൻ പറ്റുമോ? സ്റ്റോർ വെഹിക്കിൾ. ആ, ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. നമ്മൾക്ക് ഏത് വണ്ടി എടുക്കണം? കൊമ്പൻ എടുക്കാം. അയ്യോ, നമ്മുടെ കയ്യിൽ ബ്രോങ്കോ ഉണ്ടല്ലോ പറഞ്ഞ പോലെ. ഇത് നമ്മൾ എടുക്കാറേ ഇല്ല ഇപ്പൊ. ബ്രോങ്കോ ഒരു ജിംനി പോലെ ആയില്ല ഗൈസ്, സത്യം പറ. നിങ്ങൾക്ക് ഒരു ജിംനിയുടെ തോന്നുന്നു, എനിക്ക് ജിംനി പോലെ ഇരിക്കണത് ഇപ്പൊ. വാ 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 വാ, കേറ് 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 കേറ്. ഒരു മിനിറ്റ് എല്ലാം കേറ്, ആരെല്ലാം തൂക്കി പിടിച്ച് കേറ്. നിങ്ങൾ ഇത് എവിടെ നിൽക്കുന്നത്? നമ്മൾ തന്നെ വണ്ടി നിങ്ങൾ വാ, പിന്നെ ഡ്രസ് കൊടുക്കാം. എടാ ഇല്ലടാ, ഒരു വണ്ടി എടുക്കേണ്ടി വരുവാടാ. ലക്ഷു എന്റെ വണ്ടി പുറത്താണോ? അല്ല, ഇവിടെ ഗരാജ് ഉണ്ട് ബാക്കില്. അല്ല, അതാ എന്റെ വണ്ടി പുറത്താ. നിന്റെ വണ്ടി പുറത്താണോ? ലിഫ്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? എടാ, തൊട്ട് ബാക്കില് ഗരാജ് ഉണ്ടെന്ന്. അല്ല, അതായത് വണ്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ ഗാരേജിൽ നിന്ന് ഔട്ട് കാണിക്കും, എടുക്കാൻ പറ്റൂല. ട്രാൻസ്ഫർ കൊടുത്താ പോരെ? ഇല്ല, വരൂല. നിക്ക്, ഞാൻ എന്നാ വേറൊരു വണ്ടി എടുത്തു തരാം. വെയിറ്റ്. അവന് ഹർലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് കോൾസ്റ്റാർട്ട് കേട്ടോ. നിങ്ങളായിരിക്കും എടുത്തെടുത്ത് പീഡിയ വണ്ടി എടുക്ക്. പിന്നെ ഇപ്പൊ എടുക്കാം. പി എൽ ആണോ? പി എൽ സിറ്റി ഇപ്പൊ കത്തിപ്പോ. 2 ദിവസം സിറ്റിയില് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വണ്ടി എടുത്തോളാം മോനെ. ഹെഡ്ലൈറ്റിലൊരു ഈഗിൾ ഉണ്ടല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കുറച്ചു നേരം ഞാനൊരു കാര്യം പറയാം. എന്നെ വാസു കേക്കാവോ? എന്നെ ഇന്നലെ രാത്രി ഈ പണിയില്ലാത്ത ഭരത് സാറ് വിളിപ്പിച്ചിട്ട് പറഞ്ഞു ചെല്ലണോന്ന് പറഞ്ഞു. പണിയില്ലാത്ത ഭരത് സാറാ? അങ്ങേർക്ക് അവിടെ എന്തോ പണി? അങ്ങനെ ചുമ്മാ കളഞ്ഞിട്ട് മറ്റേ റേഡിയോ ഓൺ ആക്കി ഷൂട്ട് ഓവർ എവരിവൺ റേസ് അപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. അതല്ലേ ജോക്കി അവരുടെ പണി? അല്ല, അങ്ങനെ ചുമ്മാ ഒരു പണിയില്ലെങ്കിലും റേഡിയോ ഒക്കെ പറഞ്ഞോണ്ടിരിക്കും നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടിട്ട്. ജോക്കി അത് പുള്ളി ഇവിടുത്തെ ഒരു റെസ്പോൺസിബിൾ ഓഫീസറാണ്, മനസ്സിലായ? അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ജോക്കി സ്റ്റേഷനിൽ വരെ വരണം. ജോക്കിയുടെ ശബ്ദം വീണ്ടും കുറഞ്ഞേട്ടാ. അപ്പൊ സ്റ്റേഷനിൽ വരെ വീണ്ടും കുറവാ. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. അങ്ങനെ അപ്പൊ ഒരുപാട് കൗണ്ടർ വേണ്ടേ? കംബാക്ക് അടിക്കുമ്പോ കൗണ്ടർ കൂടുതലാണ് കുറച്ച്. അപ്പം നമ്മള് സ്റ്റേഷന്റെ അകത്ത് നമ്മള് വിളിച്ചിട്ട് നമ്മള് പോയി. അവിടെ നിക്കുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു പെണ്ണിന്റെ ആരോ കയറി പിടിച്ചെന്ന്. ആരോ കയറി പിടിച്ചെന്നാ? പെണ്ണിന് ഓർമ്മയുള്ളത് പിടിച്ചവന് പിങ്ക് മുടിയാണ്. പിടിച്ചവന് പിങ്ക് മുടിയാണ്. ഉടനെ ആ പണിയില്ലാത്ത അങ്ങനെ വിചാരിച്ച് ഞാൻ ആ പെണ്ണെ കയറി പിടിച്ചേന്ന്. പച്ചമുടിയുള്ള ഒരാളിവിടെ ഉണ്ടേ. ഇതാരാ പിടിച്ചെന്നറിയാവോ? ആളിവിടെ തന്നെ ഉണ്ടേ. ഇത് പിടിച്ചാരാന്നറിയാവോ? നമ്മുടെ ഗ്യാങ്ങിലെ ലോലൻ.
ലോലിന് പച്ചമുടിയാ? നല്ല പിങ്ക് മുടി. ആ പിങ്ക് മുടി. ആ ലോല, നീ ഈ ഗ്യാങ് എന്ത് ഇന്ത്യയാണ് നോക്കി നടത്തുന്നത്? ഇതിനകത്തുള്ളവന്മാരെല്ലാം പെണ്ണുങ്ങളുടെ പുറയാ. നീ മാത്രം ഉണ്ടാ, നിനക്ക് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞ റെസ്പോൺസിബിലിറ്റി. അല്ല നിങ്ങൾ വലിയ കൗണ്ടർ അടിക്കുന്നുണ്ട് തിരിച്ചു വന്നിട്ട്. എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലു. അത് പെണ്ണിനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പറഞ്ഞോട്ട് ചോദിച്ചതാ ഞാൻ. നിങ്ങൾ കൂടുതൽ നമുക്ക് ബീച്ച് സൈഡിൽ പോയാ. ജോലിയപ്പന്റെ വീടിന്റെ അവിടുത്തെ അതേ കടലാണ് ഇവിടെ ഉള്ളത്. അല്ല ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ വാസു, ഇത് 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 നമുക്ക് ഇങ്ങനത്തെ നമുക്ക് ഫ്രണ്ട് നടക്കുക. ഈ സൗണ്ട് കേൾക്കുന്നില്ല. നമുക്ക് കടൽ വെള്ളം പറ്റിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എങ്ങനെ സൗണ്ട് കേൾക്കും? ലോകത്തുള്ള എല്ലാ സൗണ്ട് എടുത്താലും ഇങ്ങനെ സംസാരിക്കുന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ ആശാനെ, ഇവിടുന്ന് ഫ്രണ്ടിലോട്ടുള്ള 50 ഏക്കർ കടലും എന്റെ തന്നെയാ. മനസ്സിലായി? കരടച്ച രസീതുണ്ട്. നമ്മള് നമ്മുടെ കുടുംബമഹിമ പറയണത് പോലും ഈ സ്ഥലവും 50 ഏക്കർ കടലും അതാണ് നമ്മുടെ ആസ്തി പോലും. മനസ്സിലായ? ഫ്രണ്ടിലോട്ട് ആ വീടിനകത്ത് ഷെൽഫിനകത്ത് വെച്ചിരിക്കും. അതായത് കരടച്ച രസീത് ആരെങ്കിലും പോക്കറ്റിൽ വെച്ചു കൊടുക്കുവോ? ഈ അസൂയാലുക്കൾ ഈ വയസ്സന്മാരൊക്കെ വന്നാണ് എന്റെ അടുത്തേക്ക് ഇതൊക്കെ ചോദിക്കുള്ളൂ. അല്ലാത്തവരൊന്നും ഇതൊന്നും ചോദിക്കാറില്ല. അവര് നോർമലി വന്ന് ഗ്യാങ് ഹൗസ് കണ്ട് സന്തോഷത്തോടെ പോകും. അസൂയാലുക്കളെ കാണാൻ ഇങ്ങനെയൊക്കെ ചോദിക്കണം. കേക്കാം വാ. ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതിനകത്ത് ഒന്നുമില്ല. എന്താ പറയാന്, ജോക്കി രാപ്പകലില്ലാതെ ഇതിനകത്ത് കയറി അബ്നോർമൽ എന്തോ ആയി. അബ്നോർമലൊന്നും അല്ല. ഈ ഗ്യാങ്ങിൽ ഏതോ ഒരുത്തൻ കയറി പെണ്ണിനെ പിടിച്ചതിനെ എന്നെ പിടിച്ചോണ്ട് പോയി. ഇതൊക്കെ എന്തുവാ ഇതൊക്കെ? നീ എന്ത് ഗ്യാങ് നടത്തുന്നത് സത്യം പറഞ്ഞ? പിങ്ക് മുടിയുള്ള ആള് കയറി പിടിച്ചു ജോക്കിയുടെ മുഖത്ത് നോക്കി പറയാ. എടേ ഒരാൾ മുടി വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞല്ലേ? ജോക്കി പീടി കത്തിക്കണോ? ഒരു വാക്ക് പറഞ്ഞ ഇപ്പൊ പീടി കത്തിക്കും. നീ കണക്ക് പെണ്ണുങ്ങളൊക്കെ കയറി പിടിച്ചിട്ട് ജോക്കിയെ കൊണ്ടുപോയത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നത്? നീ ആരെയോ കയറി പിടിച്ചിട്ട് ജോക്കിയെ മുടിയുടെ പേരിൽ കൊണ്ടുപോയത് പിങ്ക് മുടിയാണെന്ന് പറഞ്ഞ് ജോക്കിയെ കൊണ്ട് നീ ഗ്യാങ് ഹൗസിന്റെ ബാക്കിലോട്ട് വന്നേ. ഇവിടെ ബീച്ച് സൈഡ് വന്നേ. ഓ ഇവിടെ ഇപ്പൊ വരും. ഉണ്ടല്ലോ ഇന്ന് 90s RP കേട്ടാ. പിന്നെ ജോക്കി കടൽക്കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം ഇതിലും നല്ലൊരു സ്ഥലം എവിടാ ജോക്കി? വരുമോ? ലോലിനിപ്പോ വരുമോ? ലോല വരും. പിന്നെ നമ്മൾ വിളിച്ചാൽ വരായിരിക്കുമോ? ആശാനെ കുത്തിരി പിച്ചും പേയും പറയലായിരുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ജോണിയപ്പാപ്പന്റെ അടുത്ത് പറഞ്ഞു വരും കേട്ടോ. അമ്മുക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വിളമ്പിക്കരുതേ ആശാനെ. ഈ മാറിയിരുന്ന് മറ്റേ കുശുമ്പോ ഗുണമേന്മയും പറയണത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ജോണി മാമനില്ലേ, ഇയാൾ ആട്ടുതോരിട്ട ചന്നായാണ്. ആ ചെക്കനെ പൊരുത്തിയത് ഇയാളാണ് ജോണി മാമൻ. എന്താണ് ഇഷ്ടപ്പെടുന്നില്ല? ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെക്കനെന്ന് ഉദ്ദേശിച്ചത് ആരെയാണോ? 80-ൽ ജനിച്ച ജോക്കിയാണോ? കേൾക്കില്ല, അവിടെ കേൾക്കൂല കേട്ടോ എന്റെ സൗണ്ട്. അല്ലെങ്കിൽ വേണ്ടിട്ട് വന്നതേ. നല്ല രീതി കേട്ടോ. നിന്റെ പേരെന്താ? വാസു. എന്റെ പേര് പരിന്തു വാസു. മറക്കും എനിക്ക്. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എണ്ണീപ്പിച്ച് നിങ്ങൾ മുന്നേ നിന്നാലും ഗർവാസി സാക്ഷ എന്ന് പറഞ്ഞ് ചാടി കെട്ടിപ്പിടിക്കും. അതാണ് വാസുവിന്റെ കമ്മിറ്റ്മെന്റ്. അതെല്ലാം അത്രേ ഉള്ളൂ വാസു. അതെല്ലാം അത്രേ തീരെ ഇഷ്ടല്ലാട്ടാ. ഞാൻ ഒരു മിനിറ്റ് ആശൻ ജെസ്സി കൂടെ വന്നേ. ആശൻ ജെസ്സി കൂടെ വന്നേ. ആശനെ അവിടെ പോരെ, താഴെ പോവും. സൗണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ജോണി മാമനെ വിശ്വസിക്കരുതടാ. അയാളുണ്ടല്ലോ നടന്ന് കെടുത്തറക്കും. അയാളില്ല, അയാള് ആട്ടുംതുരിട്ട ചായ തന്നെ എത്ര പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാവാ. ഈ ജോക്കിനെ വേഗം പറഞ്ഞു തീർക്കട്ടെ, ഇല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് നിനക്ക് പറയാൻ പറ്റില്ല. ഈ ജോക്കിനെ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിലാക്കിയതല്ല അയാൾ തന്നെയാണടാ. ഞാനിപ്പോ ആശാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് പറയട്ടെ. പറ. ഇതാണ് ഞാൻ ഇത്ര നേരം കേട്ടത് സത്യം പറഞ്ഞ. അതാ ഞാൻ പറയാം. ഈ ജോണി മാമനെ വിശ്വസിക്കരുത്.
ജോണി മാമനെ വിശ്വസിക്കുന്നു. അയാൾ ആട്ടും തോന്നിട്ട് ചെന്നായിന്ന് അയാളുണ്ടല്ല കൂടെ കൊണ്ടുവന്നിട്ട് അയാളെ പറ്റിക്കും. ആ ജോണിനെ അല്ല ജോക്കിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ഇയാളാണ്. ഇയാൾ ഒറ്റൊരുത്തനാണ്. ആണല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എടാ അങ്ങോട്ട് ചെല്ലടാ. ജോണി ഇവരെന്ന് പറഞ്ഞ ഇപ്പം ഈ സിറ്റിയില് ഈ എല്ലാ ന്യൂസുകളും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇവര് സിറ്റിയിൽ ഒരു ന്യൂസ് റീഡേഴ്സ് ആണ് ഇപ്പൊ സിറ്റിയില്. അവരെ പ്രായതല്ലേ രണ്ടാളെയും. ഗർവാസാസിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 20 വർഷം മുമ്പത്തെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കറക്റ്റ് എനിക്ക് 28 കറക്റ്റ്. എടാ നീ ഇല്ലേ ആ കൺമണിയെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 30 വയസ്സുണ്ട് അറിയാവോ? താര കൺമണി എലി അതിന്റെ ഇടക്ക് വന്നു പോയ 2-3 വേറെ നാണുണ്ടാടാ. എന്നിട്ട് 28 പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ട്. എന്റെ ശരിക്കുള്ള പ്രായം ഇതൊക്കെ എന്റെ 24-ാമത്തെ വയസ്സിൽ നടന്ന കാര്യങ്ങളാണ്. മറ്റേ ചാക്ക് കീറിയിട്ട് പാന്റ് ഇട്ടിട്ട് നടക്കുന്നുണ്ടാണ്. ആ കൊടലെല്ലാം ഉന്തിട്ടതാ ഉള്ളോട്ടേക്ക്. എല്ലാം കണ്ടില്ലേ സ്ലിം ഫിറ്റ് ഇപ്പോഴും. ആ വയറ്റത്ത് കിട്ടിയിരിക്കുന്ന 1 കിലോ ചാക്ക് ഇറക്കി വെക്കുവോ? അത് ഇറക്കാൻ പറ്റില്ല. അതാണ് ഈ കുപ്പായത്തിന്റെ കൂടെ വരുന്നത്. അത് കൊടവയർ കാണാൻ കാരണം സാമാനം കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് ഫിറ്റ്നസ് ആണോ ഇങ്ങനെ കാണാൻ തോന്നുമ്പോ ഞാൻ ഉള്ളിലേക്ക് വലിക്കും. കാണാൻ തോന്നുമ്പോ ഉള്ളിലേക്ക് വലിക്കുന്നതാ. പിന്നല്ലാണ്ട് ഇപ്പോഴത്തെ പിള്ളേരെപ്പരെല്ലാം പിടിച്ചു നിക്കണ്ടേ നമുക്ക്. പിന്നെ നമ്മുടെ കൂട്ടത്തില് പക്ഷെ ഈ ഒരു സെയിം ഇഷ്യൂ ചന്ദ്രബോസിന് ഫേസ് ചെയ്യേണ്ടി വന്നോണ്ട് അവൻ ജിമ്മിലൊക്കെ പോയി ഫിറ്റ്നസ് ഒക്കെ ആക്കി 6 പാക്ക് ആക്കി. എന്നിട്ടും സാധനം കാണുന്നില്ല. പേടിയാ കാണും. ഓനുണ്ടെങ്കിലല്ലേ കാണുന്നു. അതാണ് പ്രശ്നം. അതാണ് എനക്കങ്ങനല്ലട്ടാ. നീ അങ്ങനെ പറയല്ലേ. ഇതൊന്ന് സംസാരിച്ച് മനസ്സിൽ വെക്കണം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് ഒരു ആണല്ല, അതൊരു പെണ്ണ, അതെന്റെ ചേച്ചിയാ. എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലുള്ള ഒരാളാണ്. ഞാനത് പറയാ നിങ്ങളുടെ അടുത്ത്. എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത്. എന്താ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കോ? ഹലോ കത്തിപ്പോയി മാറിക്കാനാ കത്തിയാളടുത്തത് പെട്ടെന്ന് പറഞ്ഞില്ലേ കൂടുതൽ നാളും കത്തും. എടാ ഇത് വന്നടാ. ഞാൻ കുറച്ച് റഫായിട്ട് സംസാരിക്കട്ടോ. നീ എന്ത് പരിപാടിയല്ലോ നീ കാണിച്ചത്? ജോക്കി നിന്റെ മുടിയുടെ കളർ അതാന്ന് പറഞ്ഞ് ജോക്കിക്ക് സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഹലോ നിന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കണല്ലോ. ഞാനൊരു കാർ എടുത്തേ. നീ പെണ്ണെ കയറി പിടിച്ചോ? പെണ്ണെ കയറി പിടിച്ചില്ല. പിന്നെ എന്തിനാണ് ആ പെണ്ണ ഒരു പിങ്ക് തലമുടിയോടൊപ്പം കയറി പിടിച്ചെന്നും പറഞ്ഞിട്ട് എന്റെ പേര് പറഞ്ഞു കൊടുത്തേ? എന്നെ കാണുമ്പോ ഒരുമാതിരി ചിരിച്ചിട്ട് നാട്ടുകാർ മൊത്തം പറയുന്നത് നിങ്ങളാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന്. കുട്ടിയെ പോന്ന് ചെറുതായിട്ട് പോയി. അപ്പൊ പിങ്ക് കൂടെയുള്ള ആളെ മാത്രം ഉറപ്പുള്ളത് കിടക്കും. അതെ നാളെ തൊട്ടേ പിങ്ക് തലമുടി വേണ്ട കേട്ടോ. ഐഡന്റിറ്റി കുഴപ്പമില്ല. നാളെ തൊട്ട് പിങ്ക് വേണ്ട. ഓറഞ്ച് സൈഡിൽ ചെറുതായിട്ട് പിങ്ക് അടിച്ച് കുഴപ്പമുണ്ടോ? ഓറഞ്ച് സൈഡിൽ ചെറുതായിട്ട് പിങ്ക് അടിച്ചോ. ഇത് പിന്നെ പിങ്ക് കൊണ്ട് കിടക്കണ്ട. ഇനി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അറിയാലോ എന്ത് ഗ്യാങ് മാത്രം പറഞ്ഞ ഞാൻ കാര്യം പറയട്ടെ. നീ ഒഴിച്ച് ബാക്കി ഗ്യാങ്ങിലെ എല്ലാണോ പെണ്ണുങ്ങളുടെ കൂടെ? എന്ത് ചെയ്യാനാ? ഞാനിതൊക്കെ ഒഴിവാക്കി ഗ്യാങ്ങിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് മെമ്പേഴ്സ് ഇങ്ങനെ തുടങ്ങി എനിക്ക് എന്ത് ചെയ്യാൻ? നമ്മളിവിടെ അഘോരാരം പണിയെടുക്കുന്ന സമയത്ത് ഇവന്മാര് മറ്റേ എവിടുന്നേലും ആരെങ്കിലും പറ്റിച്ചോ കൊന്നിട്ടോ ഒക്കെ ഗ്രാൻഡിങ് പണി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സമയം പെണ്ണുങ്ങളുടെ മലയിൽ കയറി കറക്കുവാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ആവർത്തിക്കില്ല കേട്ടോ. ഈ ആശാൻ എന്തൊരു കുശിച്ചു ഇങ്ങനെ പഴയതുപോലെ തന്നെ. അതുകൊണ്ട് തലയിലിരിക്കുന്നു. അല്ലാണ്ട് കുഴക്കില്ല. ഹലോ പറഞ്ഞോ.
എന്ത് പറയാൻ ഒന്നുമില്ല. എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെ കൊല പോലെ നിൽക്കാൻ പൊക്കൂടെ എവിടെ സംസാരിക്കാന്ന് പറഞ്ഞല്ലേ നമ്മ ഇങ്ങോട്ട് വന്നത്. അച്ഛനെ എങ്ങനെയുണ്ട് അച്ഛനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലോയൽറ്റി പോയിന്റ്സ് 7248. ജാസു അതിന്റെ പേരെന്താന്ന് പിന്നെ മറ്റേ ഇവനെ ടോക്കി ഇവിടെ പെരുന്നാളിന് വരണം കേട്ടാ നീ. ഏത് പെരുന്നാളിന്? ഇവിടെ മുതുക്ക് പെരുന്നാൾ അവിടെ അടുക്ക് കത്തിച്ചു വെക്കാൻ. അത് ഇത് കത്തിച്ചു വെച്ചാൽ ലൈറ്റൊന്നും വേണ്ട വിട്ട. അങ്ങോട്ട് മാറി എന്നിട്ട് ഒരു മുടിയും വളർത്തിയിട്ടേ നിന്നാ മതി. യേശുവായിട്ടും ആരെ ഇത് വേണ്ട. കാരണം എന്ത് നടക്കുന്ന എന്തുവാ പോരാ അതത്ര പോരാ അല്ലേ? അത്ര പോരല്ലേ? നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അത്ര ഇതല്ലേ, ഭയങ്കര കിടലല്ലേ. ഞാൻ എന്താണെന്നറിയാമോ, ഞാൻ തിന്നുമായിരുന്നു. ഇതാ മീൻ പിടിക്കാൻ പോയിട്ട് വന്നോ തിരിച്ചു വന്ന്. ആശാനെ നമ്മുടെ കുടുംബത്തിൽ കുറെ പുതിയ പിള്ളേരൊക്കെ വന്നു. എല്ലാരെയും പരിചയമൊക്കെ പെട്ടായിരുന്നു ആശാൻ. ആരും കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ ഇന്ന് വന്നില്ല. എടാ നമ്മുടെ എല്ലാരും ഒന്ന് ബാക്കിലോട്ട്. നിങ്ങൾ എന്തെങ്കിലും പരിപാടിയിലാണോ? ഇങ്ങോട്ടൊന്ന് പോന്നെ. അപ്പൊ അത് ഡീൽ ചെയ്തു കുഴപ്പമില്ല. എന്തിനാണ് കൊന്നത്? റീസൺ ഒന്ന് പറയോ? ഫ്രണ്ടിനെ കൊന്നാണോ? ഓക്കെ കുഴപ്പമില്ല. ബ്ലൈൻഡ് ഓണർ MRC ഓണർ സത്യം. പുതിയ ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരിയാണ് MRCയുടെ ശരിക്കുള്ള ഓണർ. ആ 3 അക്ഷരത്തിന്റെ റൈറ്റ് ഇവർക്കും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനുമാണ് ഇപ്പൊ കറന്റ് ആ റൈറ്റ് ഉള്ളത്. MRCയുടെ റിയൽ ഓണർഷിപ്പ് പുള്ളിയുടെ കയ്യിലാണ്, പുള്ളിക്കാരിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരന്റെ പുള്ളിക്കാരുടെ, അതായത് അശ്വിൻ ചേട്ടന്റെ കയ്യിലും ജീന ചേച്ചിയാണ്. ഓ രഹസ്യം പറയാനാണോ? ഓക്കെ ഹീറ്റിംഗ് പീരീഡ് വല്ലതാണോ? ഇടക്കിടക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണേ. നിന്നോട് മാറിക്കാൻ പറഞ്ഞില്ല വാസു. പൊക്കോളാം. ജോണിയപ്പാപ്പനെ പറ്റി എന്തോ മൂഞ്ചിത്തരം പറയാനാണ് കേട്ടാ. അത് എന്നെ പിടിച്ച് അവിടെ മാറ്റി നിർത്തിട്ട് എന്റെ അടുത്ത് പറയാ. അതെ, എന്നെ പിടിച്ച് മാറ്റി നിർത്തിട്ട് പറയാ ഒരിക്കലും വിശ്വസിക്കരുത്, കണ്ണാടി വെച്ച കള്ളനാണെന്ന്. അത് ഞാൻ പണ്ട് ചെറുതായിട്ടൊന്ന് പറ്റിച്ചായിരുന്നു. അതിന്റെയാണ് അത് മനസ്സിൽ കിടപ്പുണ്ടോ ഇപ്പോഴും. എന്നുവെച്ചാ ഇപ്പോഴും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാ ജോണിയപ്പാപ്പനാണ് ജോക്കി ഇട്ട് കൊടുത്തതെന്ന് അവിടെ. അല്ലല്ല, അത് ചുമ്മാ പറയുന്നത് ആണല്ലേ? പക്ഷെ ഞാനതിൽ കൺവിൻസ് ആയി പോയി. ഞാൻ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തില്ല. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഒന്ന് കോൾ എടുത്തോട്ടെ. ഹലോ, എല്ലാരും എന്നെ അവോയ്ഡ് ചെയ്ത് പോവാ. എന്ത് പറ്റിയണ്ണ ഒറ്റയ്ക്ക് ഇരിക്കുന്നു? അവർക്കൊക്കെ എന്തൊക്കെയോ ഒരു സംസാരിക്കാനുണ്ടാ. എനിക്കങ്ങനെ ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുണ്ട്. സിറ്റിയിൽ ഇപ്പം നടക്കാൻ പറ്റുന്നതാണ്. മന്ദാരം വരെ 2 ഗേൾഫ്രണ്ട് ഒക്കെ ആയി. സത്യം ഈ പെണ്ണ് വിഷയം നമ്മളെന്തിനാ ചർച്ച ചെയ്യുന്നത്? സത്യം നമ്മള് സിഗ്മയില് തന്നെ നമ്മൾക്ക് നിൽക്കുന്നിടത്തോളം കാലം ആ ഓറ ഉണ്ടല്ലോ. നമ്മള് സിഗ്മയിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ആ തലയുടെ ചുറ്റുമുള്ള ഓറ ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. മനസ്സിലായോ? 3-4 പെമ്പിള്ളേരെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആക്കിയവനാന്ന് പറയുന്നത്. അഭിപ്രായം ചോദിച്ചാ താഴെ കുത്തിരി അമ്മുക്കുട്ടിയെ കിട്ടാത്തൊരു വിഷമം എന്റെ നെഞ്ചത്ത് തീർക്കല്ലേ. ഞാൻ പ്രേമിച്ച ഒറ്റ പെണ്ണേല്ലോ അമ്മുക്കുട്ടി. അല്ലാണ്ട് കുട്ടനെയും പോലെ കണ്ടത് വീട് വെച്ച് പ്രേമിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അമ്മുക്കുട്ടി ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 1 വർഷം റിലേഷൻഷിപ്പിലുമായിരുന്നു. മനസ്സിലായേ? അതെല്ലാം ഓള് ജീവിതത്തിൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങൾ അതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് എന്നോട് പറഞ്ഞിട്ടുണ്ടോള്. എന്ത് പറഞ്ഞിട്ടുണ്ട്? നിന്നെ കണ്ടതോളെ ജീവിതത്തിൽ നാശിച്ച സമയത്താണ്. ആണല്ലേ? എന്നോട് നിങ്ങളെ പറ്റി പറഞ്ഞേക്കണത് എന്താണെന്നറിയാമോ? എന്നോട് പറഞ്ഞത് പറഞ്ഞാൽ ഒരു കുടുംബജീവിതമായിട്ട് മോനും മക്കളും ഭർത്താവുമായിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് ഒരു എച്ചി എപ്പോഴും നക്കി വന്ന് ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു.
എന്താണ് എന്റെ അടുത്ത് നിങ്ങളെ പറ്റി പറഞ്ഞത്? അതെന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. വൺസ് എന്റെ കൈവിട്ട് പോയി കാറിലോ കൊണ്ടുപോയതിനു ശേഷം ഞാൻ പുറകെ പോയിട്ടില്ല. എന്നോട് ഇതുവരെ ഓൾ അങ്ങനെ പറഞ്ഞില്ല. ഓൾ എന്നോട് പറഞ്ഞാൽ ജന്മം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് എന്തൊക്കെ കേക്കണം. അമ്മുക്കുട്ടി എന്റെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞതാണ്. ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഈ ജന്മം പോയി, അടുത്ത ജന്മം വാസുവിന്റെ കൂടെ തന്നെ ആയിരിക്കും എന്റെ ജീവിതം. അണ്ണൻ ആർക്കൂല ഓള് പറഞ്ഞിട്ടുണ്ടാവുക, പറയുന്നില്ല എന്നാ പറഞ്ഞേന്ന്. പിള്ളേരില്ലോണ്ട് ഞാൻ പറയുന്നില്ല. ആശാനെ ഞാനൊരു കാര്യം പറയട്ടെ, എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാർലോയുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ചിലപ്പോ പറഞ്ഞു പറ്റിച്ചതായിരിക്കാം. മനസ്സിലായ? ഓൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞു പറ്റിക്കുന്ന ഒരുത്തല്ല ഓള്. ഓളുണ്ടല്ല, ഓളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിറ്റിയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരുത്തിയായിരുന്നു ഓള്. ഓളിപ്പോ പഠിക്കാൻ പോയിട്ടല്ലേ, ഓള് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ ഇവിടെ കാർലോയും മോനും ഒക്കെ ഉണ്ട്. സന്തോഷിക്കണേ എന്തിനാ? വേറെ ഓള് മക്കളെല്ലാം ഉണ്ട് ഓന്. കാർലോയ്ക്കാ? ആശാ പെണ്ണ് കിട്ടിയായിരുന്നു. അത് ശരിയാട്ടാ. കിട്ടണ്ടേ? എന്റെ പേര് അപ്പുക്കുട്ടനല്ല, കിട്ടാണ്ടിരിക്കാൻ. ജോണിയപ്പ കാർലോയ്ക്ക് ഇപ്പൊ വേറെ പെണ്ണും കൊച്ചൊക്കെ ആയല്ലേ? അല്ല, അതൊരു റിലേഷൻ ഉണ്ട്. റിലേഷൻ ഉണ്ട്. അപ്പൊ അമ്മുക്കുട്ടി തിരിച്ചു വരുവാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളത് ഞാനാണ്. അപ്പൊ മറ്റേ താരം അപ്പൊ ഏത് താരാ? നിങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങേ വർഷമല്ലേ വന്നത്? നാട്ടിലൊരു പെണ്ണ്. എടാ നീ അങ്ങനെ ഓണ ബാക്കിൽ ഇനി പോയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള സകല പെമ്പിളറെ ഞാൻ ഇറക്കും. നീ ബാക്കിൽ നടന്നിട്ട് പിന്നെ ഞാൻ മറ്റേ വാക്ക് പറയുന്നില്ല, ചെയ്ത പെമ്പിളറെല്ലാം എനിക്കറിയാ. ഒരു ഗ്യാങ്ങിന്റെ ലീഡറാണ് സംസാരിക്കുന്നത്. ആലോചിക്കണേ ധർമ്മദാശൻ. ഒലിപ്പിച്ചാണ്ട് അതന്നെ. ഞാൻ ഒലിപ്പിച്ചാണെങ്കിൽ അത് എലിയുടെ പുറകിൽ മാത്രമാണ്. അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബ്രേക്കപ്പ് പോയി. മനസ്സിലായോ? സിറ്റിയിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാത്ത ഇറക്കാനാണ് നമ്മുടെ ഇറക്കാൻ. ഏറ്റവും ലാസ്റ്റ് വന്ന് TKRP ആ തെറർ കൂട്ടി അവനെ തള്ളക്കി വിളിച്ച് തിരിച്ച് ഇവിടെ വന്ന് പുതിയ തെറർ പഴയ കഥ പറയണം. എന്റെ മൈൻഡ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട. പറ്റിയിട്ട് പക്ഷെ ഇവനെ പറ്റിയിട്ട് പറയുന്നത് പലതും കള്ളമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ശരി, ഇപ്പൊ അങ്ങനെയായി. നിന്നെ പറ്റി പറഞ്ഞതോ ഇപ്പൊ ഒരു പെണ്ണിനെ പിടിച്ചിരുന്നു പറഞ്ഞതോ? നിങ്ങൾക്ക് എല്ലാവരും സൗണ്ട് വിട്ടുവിട്ടല്ലേ കേൾക്കുന്നേ? സൗണ്ടിനൊരു ഇതില്ലേ? അന്നാ നീ ശ്രദ്ധിച്ചോന്ന്. എനിക്ക് ഇനിയും വരുന്നുണ്ട്. തയ്ച്ചു വെച്ചിട്ടുണ്ട് ഒരാൾ, രണ്ട് കൈയും കുത്തിക്കാത്ത ബാക്കിൽ ഇരിക്കുന്ന ഒരാളിവിടെ തയ്ച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ സമാധാനത്തോടൊക്കെ പോകുന്ന കണ്ടിട്ട് പിടിക്കുന്നില്ലല്ലേ? ആ കണക്കാ. ഞാൻ ഈ സമാധാനമുള്ള ഒരാളാരെന്ന് അറിയാവാ, അത് ഞാനാ. ഇന്നൊരു സമാധാനം അറപ്പി കുറച്ചു നേരം നമുക്ക് ചുമ്മാ ഇവിടെ നിന്ന് ചെന്തയിലൊക്കെ സംസാരിച്ചിട്ട് പോകാൻ കേട്ടാ. പ്ലാൻ ഞാൻ ഇന്നത് പറഞ്ഞിട്ട് പോകാന്ന് കുറച്ചു നേരം നമുക്ക് ചുമ്മാ സംസാരിച്ചിട്ട് പോവാം. ഇവരുടെ കൂടെ 80s സെക്ഷനിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം എന്താണെന്ന്. ഇതെല്ലാം പുതിയ പാഷനാണ്. ഇതെല്ലാം അറിയണമെങ്കിലില്ല ഈ പ്രായത്തിൽ ഉണ്ടാവണം നിങ്ങൾക്ക്. ഇതെല്ലാം ഇതൊന്നും ഇല്ലാണ്ട് ഇതാ ഈ മറ്റേ ഈ പൂക്കള് ചർച്ച നമ്മളെ പ്രായത്തിലൊന്നും എത്താൻ വേണ്ടി നോക്കിയാലും എത്തില്ല. ഇങ്ങോട്ട് കള്ളക്കളവാ. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ പിന്നില്ലാണ്ട് എന്തോ ആശം പെണ്ണ് കെട്ടിട്ടുണ്ടോ? കേട്ടില്ല. എന്നിട്ടാണ് എന്റെ കമ്മലിന്റെ കാര്യം ചോദിച്ചത് മുമ്പേ. എന്റെ വലിയ പാളക്കമ്മലല്ല, എനിക്ക് എന്റെ മുഖത്തിനായി ചേരുന്നില്ല. എന്റെ മുഖത്തിന് നല്ലോണം ചേരുന്നു. നല്ലതുപോലെ ചേരുന്നുണ്ട്. ആനയുടെ ചന്തയിൽ ഒരു ബക്കിൽ ഇട്ട പോലെ ഉണ്ട്. എന്റെ റിങ് പോലത്തെയാണ് കേട്ടോ എന്റെ. ഇത് മറ്റേ വെള്ളത്തിൽ വീടഞ്ഞാൽ ഓനെ മറ്റേ 2x2 ഉപയോഗിക്കാം. അടുത്ത കൗണ്ടർ വരട്ടെ. അതെ, ഇതാണ് അമ്പാൻ. ചിരി ഇപ്പോഴും ഉണ്ട്. ഇയാളെ എന്തിനാ എപ്പോഴും പൊക്കി പിടിച്ചു നടക്കുന്നത്? അമ്പാനും ഇതെന്റെ വക്കീലാണ്, ഇതെന്റെ വക്കീലാണ്. അത് ഏതോ ഒരാളെ ചിരിച്ചു കൊടുക്കുന്നേ. തിരുവനന്തപുരത്തെ ചിരിക്കാന്ന് ഈ വക്കീലിന്റെ ഉപകാരം എന്താണ് എന്ന് ചോദിച്ചു. ഗോഡ് ഫാദറിന്റെ കോമഡി നമ്മൾ പുതിയ പടം എടുക്കുന്നുണ്ട്. അതിന്റെ ലീഗല് കാര്യങ്ങൾ പുള്ളിയാ ചെയ്യുന്നേ. ആണല്ലേ? എന്ത് പടം? പിന്നെ നമ്മള് മറ്റേ ഇവിടെ ഒരു എന്ത് പടമാണ് അന്ന് എന്റെ അടുത്ത് മുതുക്കി വെച്ച് പറഞ്ഞു? എന്തോ ഷെഡിയിൽ പൊട്ടിത്തെറിച്ച് എന്തോ അങ്ങനത്തെ അറിയാതെ വന്നു പോയതാ. മറ്റേ ഇതാണ് കാട്ടുപൂച്ചന്റെ കഥ. കാട്ടുപൂച്ചയുടെ കഥയാ? ഓ ഇയാൾക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ പറയണത് ജോക്കി പുള്ളിയുടെ അടുത്താണ്. ഇങ്ങനെ ഇരിക്കാതെ എങ്ങനെയാണ് നമ്മൾ കാര്യം പറഞ്ഞു തന്നെ.
വക്കീല് ഇരിക്കത്തില്ലേ സൂട്ട് ഇട്ട് കഴിഞ്ഞാ? ഹലോ വാസണ എവിടെ? ഞാൻ ഗ്യാങ് ഹൗസിലുണ്ട്. വാസണ ഞാൻ കുറച്ച് ലീഡ്സ് ഒക്കെ തന്നായിരുന്നു. വാസണ എനിക്ക് റിവാർഡൊന്നും തന്നില്ല. നീ ഒരു 20 കോടി കൊണ്ടുപോയതല്ലടാ നീ. വാസണ ഞാൻ അതിനുള്ള ഇത് തന്നല്ലോ, ലീഡ് തന്നല്ലോ. ലീഡ് തന്നു, പക്ഷെ ഈ ലീഡ് നമ്മൾ ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല. ഇത് പ്രസന്റ് ചെയ്തതിന് ശേഷം അല്ല, എനിക്ക് അവൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ ഗണ്ണ് നിങ്ങൾ വേണ്ടി പറഞ്ഞായിരുന്നല്ലേ, എത്ര വേണം എന്ന് ഞാൻ അത് എടുത്തു വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നോട് ചോദിച്ചായിരുന്നു. പിന്നെ വാസണ 2 ദിവസം സിറ്റിയില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു ഗണ്ണിന് എത്ര രൂപ അവൻ ചോദിക്കുന്നേ? അവൻ ഒരു ഗണ്ണിന് 12 ഞാൻ പറഞ്ഞത്. വെയിറ്റ്, എനിക്ക് പ്ലാൻ അങ്ങനെയല്ല വാസണ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ കയ്യിൽ എന്റെ അടുത്ത് ഒരു 100% ഡ്യൂറബിലിറ്റി ഉള്ള കണ്ണ് കൊണ്ടുപോകും. എന്നിട്ട് അവൻ കണ്ണ് തരുമ്പോഴത്തേക്ക് വാസണ എന്റെ അടുത്ത് ഒരു ട്രിക്ക് ചെയ്തില്ലേ, അതുപോലെ ഞാൻ ചെയ്യാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. അവന്റെ കണ്ണ് മാറ്റി എന്റെ ഇതിലിട്ടിട്ട് ഇൻവെന്ററിൽ ഇട്ടിട്ട് എന്റെ കണ്ണ് അവന്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് സീരിയൽ നമ്പർ. അതെ 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 അതെ. അങ്ങനെ വേണോ അതോ ഞാൻ വേറെ എങ്ങനെ സെറ്റ് ആക്കണം? അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഒരു ബോഡി ക്യാമും കൂടെ വെക്കാവോ നിന്റെ ദേഹത്ത്? ബോഡി ക്യാം എങ്ങനെ വെക്കാൻ പറ്റും? ബോഡി ക്യാം എന്താന്ന് നിനക്ക് മനസ്സിലായില്ല ഇതുവരെ? ഇല്ല. ബോഡി ക്യാം വെക്കുക, ഒരു ബോഡി ക്യാം മേടിച്ചു വെച്ചിട്ട് ഇത് നീ അവന്റെ മേടിക്കുന്ന ബോഡി ക്യാമിൽ റെക്കോർഡ് ചെയ്യണം. മനസ്സിലായോ? റെക്കോർഡ് ചെയ്തിട്ട് നീ അത് എങ്ങനെങ്കിലും അത് എനിക്ക് കൊണ്ടുതാ. അത് കൊണ്ടു തന്നാ നീ വിചാരിക്കാത്ത ഒരു റിവാർഡ്. എനിക്ക് ഒരു മിനിറ്റ് ബാലൻസ് നോക്കിക്കോട്ടെടാ, ഒരു സെക്കൻഡ്. 10, 100,000, 10,000 lakh, 10 lakh crore, 10 crore, 100 crore, 1,000 crore, 10,000 crore. തൽക്കാലത്തേക്ക് ഒരു ഞാൻ അന്ന് തന്ന ലീഡിന് എങ്കിലും ഇത് എന്തായാലും ഞാൻ സെറ്റ് ആക്കി തരാം. ഇത് നീ കൊണ്ടു തന്ന എല്ലാം കൂടെ ചേർത്ത് കിടില് ഒരു സാധനം തരും. ഒരു 10 ജസ്റ്റ് ഒരു 10. ശരി, എന്നാ ഞാൻ ഇപ്പൊ തുടങ്ങാം പ്രോസസ്. ഓക്കെ. ലാസ്റ്റ് ഈ POV ഉറപ്പ് തരും. ഓരോ ആളായിട്ട് പിടിച്ചു തരാം. ആദ്യം ഈ സാധനം പറഞ്ഞുതരാം. ഞാൻ അണ്ണൻ ലീഡ് തന്ന ആളുടെ POV എടുത്തുതരാം. അതായത് ബോഡിക്കാൻ വേണ്ടി ഇട്ട് തരാം. അടുത്തത് അടുത്ത സെറ്റ് ആക്കി തരാം. ഇവൻ എന്നെ യൂസ് ചെയ്യുവാന്നൊരു സംശയമുണ്ട് കേട്ടോ എനിക്ക്. എന്തായിരുന്നു വാലറ്റ്, സെൻഡ്, സെലക്ട് കോണ്ടാക്ട്, ഡ്രൈവർ, യൂണിറ്റ് 10, 100,000, 10,000 lakh, 10 lakh crore, 10 crore. നെക്സ്റ്റ് ഡൺ. കിട്ടി. സൈഫർ, യു ഹാവ് എ മെസ്സേജ്. കിട്ടിയാണോ? നന്ദിയുണ്ടേ. ഓക്കെ. ഞാൻ എന്നാ പൊടിക്കാൻ വെച്ചിട്ട് സെറ്റാക്കി തരാം. ശരി. ഓക്കെ. പറഞ്ഞു പറ്റും. I am sure. Thank you. I am waiting you in 8229. You can come and see a crown symbol. I am sure it will be a visual treat. Okay. Coming. നമുക്ക് അവിടോട്ട് പോവാം. ജോക്കി ആശാനെ, ഇവിടെ സിറ്റിയിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ ഉള്ള പുതിയ ഒരെണ്ണം. പോയി അവിടെ ഫുഡ് അടിച്ചിരുന്ന പേരറിഞ്ഞാലേ വരുള്ളൂ. തിന്നാൻ അകത്തോട്ട് തരുമ്പോ അങ്ങ് തിന്നാ മതി. അതല്ല, ഈ ചെക്കനൊരു റെസ്റ്റോറന്റ് ഉണ്ട്. ആർക്ക്? കോയി കഫേ അല്ലേ ഇത്? വേറെ തിന്നിട്ട് വരാം. ഫുഡ് എന്തോ ഫുഡ് കേട്ടില്ല. നിന്റെ വകയാണോ ഫുഡ്? ഓ, ഞാൻ കാശ് കൊടുത്തോളാം. അല്ലെ എപ്പോഴേലും കാശ് കൊടുക്കുന്ന പോലെയാണല്ലോ വർത്താനം. ഒരു കഞ്ഞി പോലും മേടിച്ചു തന്നിട്ടില്ല. 100 CR പോയി. 100 CR അല്ല പോയി. 100 അല്ല 10 പോയെ. 10 അല്ലേ പോയത്? ലൈവ് പോയിട്ട് യൂണിറ്റ് 10, 100,000, 10,000 lakh, 10 lakh crore, 10 crore. ഞാനില്ലേ സിനിമ എടുക്കുന്നുണ്ട്.
ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ. ആ അപ്പൊ അതില് നീയാണ് പ്രൊഡ്യൂസർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഓ അത് തീരുമാനിച്ചില്ല. ഞാൻ ഓർത്ത റോള് തരാന്നുള്ള സന്തോഷം കാര്യം വല്ലതും പറയാനായിരിക്കും ഒന്ന്. റോളുണ്ട്, മെയിൻ റോള് എനിക്കാണ് കാട്ടുപൂച്ചന്റെ. കാട്ടുപൂച്ചയായിട്ട് പറഞ്ഞ ഞാൻ ഇനി. അതെ അതെ അതെ. ആ എനിക്ക് അതിന് വേണ്ടുന്ന ട്രെയിനിങ് എല്ലാം തരും. ഇനി പൂച്ച എന്ന് വന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത പേരും കൂടി എന്തൊക്കെ കാണണം. ഇപ്പൊ തന്നെ ആവശ്യമായിട്ടും ഉള്ള പേരുകളെല്ലാം എനിക്ക് മനസ്സിലായ. ഇനി കാട്ടുപൂച്ചയൊക്കെ ആയിട്ട് ഞാൻ ഇനി ഇങ്ങനെ കുടുങ്ങി വരാം. പൂച്ച ആയിട്ടെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. അന്ന് പൂച്ച പണ്ടിറക്കണോ അല്ലേ? എത്ര രൂപ ഉദ്ദേശിക്കുന്നത്? ബഡ്ജറ്റ് എത്ര? ബഡ്ജറ്റ് എത്രയാണ്? 30 CR ഒരു പടമൊക്കെ പിടിക്കാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ ഒന്ന് ആലോചിച്ചൊക്കെ. നിർമ്മാണം പിരാന്ത് ബാസ് അല്ല പരുന്ത് ബാസ്. പരുന്ത് ബാസ് നിർമ്മാണം സത്യത്തിൽ ആ ഒരു ഒറ്റ ക്രെഡിറ്റിന് വേണ്ടി എനിക്കൊരു സിംഗിൾ റോളെങ്കിലും തരണം സിനിമയിൽ. അല്ലെങ്കിൽ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാട്ടുപൂച്ചേണ്ടത് എഡിറ്റിംഗ് ഞാൻ ചെയ്തോളാം, എനിക്കറിയാം. കാട്ടുപൂച്ചയായിട്ട് വേണ്ട. കാട്ടുപൂച്ചയായിട്ട് കാട്ടിൽ നിന്ന് എടുത്തോണ്ട് ഒന്ന് വളർത്തുന്ന നാട്ടിലെ ആൾ അങ്ങനെ ആയിട്ടൊന്നുമില്ല. കാട്ടുപൂച്ചാണ് മെയിൻ റോൾ അതിന്റെ അകത്ത്. കാട്ടുപൂച്ച പറഞ്ഞ കഥ അതാണ് തീം പറയാം. തീം എന്താന്ന് പറയാ? നീ ഏതാടാ വാണമേ, നീ വാശിപ്പോ നമ്മൾ സംസാരിച്ചോളാം. ഇപ്പൊ ഓനെ കാണും വിട്ടല്ല, എനിക്കിങ്ങനെ നാവിങ്ങനെ ചൊറിഞ്ഞു വരും ആ ജന്തുവിനെ കാണുമ്പോ. അവരെ വലുതായിട്ട് വെറുപ്പിക്കരുത് കേട്ടാ, വെളിയിൽ ദുഃഖിക്കേണ്ടി വരുവേ. ഓനെ ഞാൻ അങ്ങ് വെറുപ്പിച്ച് കൊല്ലാതെ തന്നെ തീരുമാനിച്ചു ഞാൻ. ആണല്ലേ? അപ്പൊ സിനിമാറ്റിക്സിൽ വരാനും പേസ് അവന് ചെയ്തു തരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പിന്നെ ഓനെ തുപ്പിയാട്ടവനാണ്. ഓക്കെ, ഈ കാട്ടുപൂച്ച നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വൈൽഡ് പൂസിയാവാ? അത് ആയി വരും. അത് വരില്ല. വൈൽഡ് പൂസിയാ? വൈൽഡ് കാട്ടുപൂച്ച. അങ്ങനെ അതെ അതെ, കാട്ടുപൂച്ച തന്നെ. വാ, അതല്ല നമുക്ക് തീരുമാനിക്കാം. വാ. എന്താ നീ മെല്ലെ നടക്കിടക്ക് നടന്നിട്ട് എത്തുന്നില്ല. നടന്നിട്ട് എത്തുന്നില്ലെന്നാ? വേണമെങ്കിൽ നല്ല വാ. അതിനകത്ത് എന്തെല്ലാം വരുമെന്ന് വെച്ചാല് നിർമ്മാണം, ഡയറക്ഷൻ, മറ്റേ എല്ലാ പേരും അതിന്റെ അകത്ത് ഇടാം. മെയിൻ ആക്ടർ എല്ലാം നീ തന്നെ. വാസു എല്ലാം വാസു എന്ന് എഴുതി കാണിക്കല്ലേ? എന്നത്തേക്ക് സിനിമ എന്നത്തേക്ക് റെഡി ആവും? നമ്മളിപ്പോ ഇതാ കാസ്റ്റിംഗിന്റെ വിളിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ ഓഡിഷൻ ഉണ്ട്. ടിവിയിൽ എനിക്ക് തോന്നുന്നു പൂച്ചയായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു മുഖം ഇതൊക്കെ ഉള്ളത് ചന്ദ്രനാണ്. ഇതിപ്പോ അല്ല, മുഖത്ത് നമ്മളതെല്ലാം ചെയ്തു തരും. അതില് നമ്മള് അമേരിക്ക നല്ല ആളെ ഇറക്കുന്നുണ്ട്. ഓർക്കാണ് ഇത്രയും പേരെ മറ്റേ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. മറ്റേ കോസ്റ്റ്യൂമെല്ലാം. എന്നാ പിന്നെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് തന്നെ ഇട്ടൂടെ? അല്ലല്ല, നമ്മളാക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ചാല് ജോണർ പറഞ്ഞ ഏത് രീതിയിലുള്ള പടമായിരിക്കും? സെന്റിമെന്റ്സ് ആണോ? ത്രില്ലറാണ്. ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ. നമ്മുടെ ത്രില്ലർ ആണല്ലേ? 2.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂർ. പൂച്ച സംസാരിക്കണം പറഞ്ഞ കഥ. അപ്പൊ അണ്ണൻ പൂച്ചയെ പോലെ സംസാരിക്കണം. ഞാനിനി പൂച്ചയെ പോലെ സംസാരിക്കാടാ. ഞാനിനി അതല്ല വോയിസ്, അതല്ല ഇത്. നിങ്ങളെ മറ്റേ ഇത് കേട്ടിട്ടുണ്ടാ? ആരാ നിങ്ങളുടെ കാത്തു വർത്താനം പറയുന്നില്ലേ? അതുപോലെ തന്നെ മനുഷ്യന്മാരെ വർത്താനം തന്നെ നീ പറഞ്ഞാ മതി. മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ സംസാരിക്കണേ. മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന കാട്ടുപൂച്ച. അപ്പൊ ഞാൻ ഈ പൈസ അഡ്വാൻസ് തന്നിട്ട് നിങ്ങൾ ഈ പടം ഇറക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നാരദനുണ്ടല്ലോ ഇടാൻ. 30 കോടിയാണ് ബഡ്ജറ്റ് ടോട്ടല്. അഡ്വാൻസ് 15 കോടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവൻ 30 കോടി നമ്മൾ തരാന്ന് തന്നെ വെച്ചു. നിങ്ങൾ അത്യാവശ്യം കഥയെങ്കിലും നമ്മളെടുത്ത് പറയണ്ടേ? അതല്ലേ കഥ. ഞാൻ പറയട്ടെ, ഈ സിനിമാ നടന്മാരുടെ അടുത്ത് കഥ പറയാൻ വേണ്ടി നിങ്ങളൊരു വലിയ നടനാൻ പോകുന്ന വാസു, നിങ്ങളെ നാളെ ലോകം അറിയപ്പെടും. അങ്ങനെയുള്ള വാസുവിന്റെ അടുത്ത് കഥ പറയാൻ പറ്റും. കഥ ഞാൻ പറഞ്ഞുതരും. പക്ഷെ വാസു ആരാ ജോക്കിയും വേറെ ആരും ഉണ്ടാകാൻ പാടില്ല. അല്ല നമുക്ക് ജോണി അപ്പാപ്പനെ കൂടെ കഥ പറയണം. അയാൾ ഈ കുടുംബത്തിൽ ഇല്ലെന്നല്ല, അയാളൊന്നും മറ്റേ അത് അങ്ങനെ ഒരു വേർതിരിവ് നമുക്കില്ല ഇപ്പൊ, മനസ്സിലായ? എന്താന്നറിയാ? അല്ല, അനക്ക് ആ വേർതിരിവുണ്ട്. എന്താന്നറിയാമോ? ഇത് രണ്ടും ഇപ്പൊ ഒറ്റ കുടുംബമാ. നമ്മളില്ലേ നമുക്ക് ഒരിടത്തിരുന്ന കഥ കേൾക്കാം. എന്നാ പിന്നെ കഴിക്കാൻ പോകുന്നിടത്ത് കഥ കേൾക്കാണോ? കഥ റെഡിയല്ലേ? ത്രെഡ് റെഡിയാ? ഓക്കെ, എന്നാ വാ റെസ്റ്റോറന്റിൽ പോയി കഥ കേൾക്കാം. വാ.
തോളത്തേറിക്കോ. നമുക്കൊരു കഥ കേൾക്കാം. തോളത്ത് കയറുന്നു, നിങ്ങൾ തോളത്ത് കയറിക്കോ, തോളത്ത് കയറിക്കോ, എനിക്ക് എടുക്കാനൊന്നും അറിയില്ല. വണ്ടി നമ്മള് ഞാൻ നേരത്തെ prepare ആക്കാം. അടച്ചിട്ടുണ്ട് കേട്ടോ, കയറിക്കോ കയറിക്കോ. ഉണ്ട്, സീറ്റുണ്ട്. വാ കേറ് കേറ്. ഇതിനകത്ത് ആരും ഉണ്ട്. സീറ്റുണ്ടെന്ന് ഇയാൾ സീറ്റുണ്ട്, സീറ്റുണ്ട്. ഈ ചെടിക്കകത്ത് തൂമ്പക്കണ്ണാടി നമ്മൾ സിനിമ ആശാനെ കേറ് വണ്ടിക്കകത്ത്. കേറി, 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 ആശാന്ന് വിളിച്ച നാക്കുകൊണ്ട് എന്നെ കൊണ്ട് കേറി. ആ ഇത് ആശാനെ ഏതാ? അപ്പം ഇത് ഈടെ എന്ത് പിന്നെ ഹോട്ടലാണത്? ഇത് നമുക്ക് നമ്മുടെ ഒരു സിറ്റിയിലെ ആദ്യത്തെ റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഒരു പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചതാ. അന്ന് അവനോട് പ്രൊമോഷൻ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറയാം. അതെങ്ങനെ നമുക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുത്താലോ? അതാകുമ്പോ പുള്ളിക്ക് പൈസ കൊടുക്കണ്ട. അത് ശരിയാട്ടെ, ഇന്നത്തെ കാര്യം നമുക്ക് പ്രൊമോഷൻ കൊളാബിടാ കേട്ടാ. ക്യാമറമാനായിട്ട് നമുക്ക് ഒരുത്തന്നെ നിർത്താം. ഞാനെന്നെ നിർത്താം ക്യാമറമാൻ. ഈ ഫുഡ് കഴിച്ചിട്ട് കൊളാബ് പറയണ ബ്രൈറ്റ് ബോക്സിനെ പരിചയമുണ്ടോ? അതെ. ആ ഞാൻ യൂട്യൂബിലൊക്കെ വ്ളോഗ് കാണാറുണ്ട് പുള്ളിക്കാരിയുടെ. ഞാൻ വലിയൊരു ഫാനാണ് പുള്ളിക്കാരിയുടെ. ബില്ല് കൊടുക്കാൻ നേരം പറയും സ്പോൺസർ ഇതാണ് കൊളാബാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫോണിന്റെയാണ്. എനിക്കിഷ്ടം പുള്ളിക്കാരി, ഇഷ്ടം പുള്ളിക്കാരുടെ നല്ല കൊളാബാ. ഭയങ്കര ആർട്ടിഫിഷ്യൽ. പറഞ്ഞൊരു പുള്ളി അറിയാവോ? ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. സാംസങ്ങിന്റെ പ്രൊമോഷൻ. ഓ നൈസ് സാധനമാണ് കേട്ടാ. ഇതിനു മുമ്പ് സാംസങ്ങിന്റെ പ്രൊമോഷൻ ചെയ്തിട്ട് ചന്തി വരെ കൊടുത്തു വരുന്നുണ്ട്. ഡ്രീമർ ഗെയിമിംഗ് പുള്ളിയുടെ വീഡിയോസ് എനിക്ക് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇവരുടെ എല്ലാം കാണാറുണ്ട്. നമ്മള് പിന്നെ ഇങ്ങനത്തെ പണിക്കൊന്നും പോയിട്ടില്ല. അതെ അതെ, എനിക്ക് ഇപ്പോഴും റീൽസുകളൊക്കെ ഓർമ്മയുണ്ട്. എന്റെ വായ തോന്നുന്നു എന്നെ കൊണ്ട് പറയിക്കരുത്. പ്രൊമോഷന്റെ കാര്യം പറ. പ്രൊമോഷൻ തന്നെ. ഇതാരുടെ കടയാ? അറിയിച്ചില്ല അമ്പാനെ. നമുക്ക് വേണ്ടി ഓപ്പൺ ആക്കുമായിരിക്കും. ഇവനെ പറഞ്ഞു വിട്ടിട്ടാണ് ഉദ്ഘാടനം നടത്തുന്നത്. ഇതാ കോയി കഫേ. ഇതാണോ കോയി കഫേ? ഇതിന്റെ ഓണറാണോ അപ്പൊ നമ്മളെ വിളിച്ചേ? ആരാ വിളിച്ചത്? നിർമ്മലാണ്. ആ ഹലോ, ഇതാണോ നിങ്ങളുടെ കട കോയി കഫേ? അതന്നെ ഞാൻ നേരെ മേലെ ഉണ്ട്, കണ്ടോ? ഓ ഓക്കെ ഓക്കെ, വരുന്നത്. നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് ഹാരിസ് ആൻഡ്. ഓ ഓക്കെ, ഹാരിസ് ആൻഡ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? വെച്ച്. ആ ഓക്കെ, ഹാരിസ് ആൻഡ്. ഓക്കെ ഓക്കെ, വരുന്നത്. ഹാരിസ് ആൻഡ് വിളിച്ചത്. വാ 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 വാ. കേക്ക് ഇടക്കിടക്ക് പറയുന്നത് കോയി കഫേ. കോയി കഫേ കൊള്ളാല്ലേ? ഭയങ്കര ഡിലേ ആണ്. ഒന്നിങ്ങോട്ട് വന്നാട്ടെ. ഓ കൊള്ളാലോ. ഇവിടെ കണ്ണു വെച്ച് നോക്കിയാൽ നമ്മുടെ മെനു കാണാം. കണ്ണു വെച്ച് നോക്കിയാ മനു കാണാം. എടാ വാസു, നിനക്കൊരു കാര്യം അറിയാമോ? ഒന്നുമില്ല, ഒരു ഇതാണ്. ഈ അമ്മിഞ്ഞാന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലോട്ടൊക്കെ അതിനെ മനു എന്നാ പറയും. മനുവാ? അതെന്താ അങ്ങനെ? അതെനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ സൈഡിലോട്ടൊക്കെ എങ്ങനെയാ പറയുന്നത്? പത്തനംതിട്ട സൈഡിലോട്ട് വന്ന് കാണത്തില്ല, ഇപ്പൊ വരുമായിരിക്കും. അതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം എന്താ ചോക്കി? പെട്ടെന്ന് ഇവിടെ ഞെക്കിയ മനു. രാമൻ 6700. അത് അതൊരു ഫേമസ് ഡിഷാണ്. രാമൻ ഡ്രാഗൺ റോള്, ബാർബിക്യൂ റിബ്സ്, വെർജിൻ മൊജിറ്റോ.
ഇത് റേറ്റ് 1 ലക്ഷം ആയിരുന്നു, ഇപ്പൊ കമ്മിയാക്കിയതാ. 1 ലക്ഷം കൊണ്ട് നമുക്ക് ലാഭമുള്ളൂ. ഈ വെർജിൻസിന് കുടിക്കാൻ പറ്റുന്ന മൊജിറ്റോ ആണോ? വെർജിൻ മൊജിറ്റോ മറ്റേ നാരങ്ങ പിടിക്കുന്നത് നമുക്ക് നേർച്ചയൊന്നും ഇല്ല കേട്ടോ. ജോക്കി ഞാൻ ഒരു കോമഡി പറഞ്ഞായിരുന്നു അതിന്റെ ഇടയ്ക്ക് കൂടെ. ഹലോ, എന്താണ് കേട്ടില്ല, ഒന്നൂടെ പറ ചിരിക്കാൻ ഞാൻ പറഞ്ഞു. വെർജിൻസിന് കുടിക്കാൻ പറ്റുന്ന മൊജിറ്റോ ആണോ? വെർജിൻ മൊജിറ്റോ. സാർ നമ്മുടെ സിറ്റിയില് ഒരു കാറിന്റെ വില 100 കോടി രൂപയാണ് സാർ. ഒരു കാറിന്റെ വില. മാച്ച മിൽക്ക് ടീ. എനിക്ക് ബാർബിക്യൂ റിബ്സും വെർജിൻ മൊജിറ്റോയും. എനിക്കാണെങ്കിൽ രാമനെയും ഇത് നമ്മള് റിസപ്ഷൻ ആയിട്ടുള്ളൂ, ബാക്കി താഴോട്ട് കാണാൻ. ഒരു സെക്കൻഡ്. ബോബോയ് അല്ല, ബിബിക്യൂ, ബാർബിക്യൂ. ഹലോ ഹലോ, അണ്ണ ഒന്ന് കാണാൻ പറ്റുമോ? ഇതാരാ? ഞാൻ പുതിയ ആളാ, കെയിൻ എന്നാ പേര്, കെയിൻ അലക്സാണ്ടർ. കെയിൻ അലക്സാണ്ടർ. കെയിനെ നമ്മളൊരു ചെറിയൊരു പരിപാടിയിൽ നിൽക്കുക. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കെയിനെ വിളിച്ചാൽ മതിയോ? ഓക്കെ, മതിയോ? ഗേൾസ് ഒക്കെ ഗേൾസിന്റെ ബാത്റൂം തന്നെ യൂസ് ചെയ്യണേ. നല്ലൊരു പരിപാടിയാണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കഥ പറഞ്ഞിരിക്കാൻ പറ്റിയ കിടില സ്ഥലം. എന്റെ അമ്മ, ഇവിടെ ഇത് ഇതിനുള്ളിൽ കേറാൻ പറ്റും. ഇതിനുള്ളിൽ കേറി നമ്മൾ കറങ്ങുന്ന ടേബിൾ ഇടുക. കറങ്ങുന്ന ടേബിളോ? എവിടെ? ഇത് ഇരിക്കുന്നത് ഇപ്പൊ റെഡി ആക്കിയിട്ടില്ല, അത് റെഡി ആവും. ഈ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ഫുഡ് സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ഫുഡ് പണിയെടുക്കും. അപ്പൊ ഇത് എടുക്കുമ്പോ ഇത് കറങ്ങി പൊക്കോണ്ടിരുന്നത് എങ്ങനെ എടുക്കും? അടുത്ത റൗണ്ട് വരുന്നത് കൈവച്ച് അങ്ങനെയും ചെയ്യാം. അത് എന്തിനു വത്ത? പിന്നെ കൈവച്ചല്ലാതെ എന്ത് വെച്ചിട്ടാണ് ഫുഡ് എടുക്കണത്? നിങ്ങൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ അല്ല ഇതുപോലെ കളിയാക്കി പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ? സീരിയസ് ആയി പറഞ്ഞാണ്. ഓക്കെ. പറഞ്ഞേട്ടാ കൈവച്ചെന്ന് മറ്റേ പറയാൻ ചോപ്സ്റ്റിക്ക് വെച്ചെടുക്കണത് അബ്യൂസ് അല്ലായിരുന്നു എനിക്ക്. ജോക്കി, ഇത് സ്റ്റാഫിനെ പിണങ്ങിപ്പോയല്ലേ, ഞാൻ ജസ്റ്റ് ഇത് നോക്കുക. നമ്മൾ എവിടെ ഇരിക്കും? കിട്ടും. മുടയൊരിക്കഞ്ഞാ ഇവിടെ ആശാനെ കൊണ്ടുവന്നേ. ആശാനെ ഈ കറങ്ങുന്ന ടേബിളിൽ നിന്ന് ഫുഡ് എങ്ങനെ എടുക്കും? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ശരിയാന്ന്. ഇവിടെ മറ്റേ സാധനം ഇട്ട് കോലുണ്ട്, കുത്തിയെടുക്കാം. കൈവച്ചെടുക്കണം. എന്താ എന്തോടാ ഇത് ഇവിടെ? സൂപ്പർ ആയിട്ടില്ല, അടിപൊളിയായിട്ടില്ലേ? കഥ കേക്കണ്ടേ വാസു? എവിടെ ഇരിക്കണ്ടേ? ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ വാസുവേ. പറഞ്ഞ കോമഡിക്ക് ഞാൻ ചിരിക്കണേനാ, അങ്ങനെയാണെങ്കിൽ നീ അഭിനയിക്കുവാ. ജോക്കി വിളിച്ചോണ്ട് പോയിട്ട് ഒന്നുകൂടെ ഇറക്കിയാ ഞാൻ ചിരിക്കാം, ചിരിച്ച് സപ്പോർട്ട് ചെയ്യാം. അല്ല, നീ അത് പറ, ഞാൻ ചിരിച്ച് സപ്പോർട്ട് ചെയ്യാം. അവന്റെ ഊമ്പിക്കാനാണെന്ന് എനിക്ക് നല്ല അറിയാം. ഇല്ല, ഞാൻ ചിരിക്കും. നീ എനിക്കൊന്ന് മറ്റേ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നീ അഭിനയിച്ചാൽ മതി, കാട്ടുപൂച്ചയായിട്ട്. ഞാൻ ചിരിക്കാം. നീ ഒന്നുകൂടി പറഞ്ഞോ. ഞാനേറ്റ് ഉറപ്പാണേ? സത്യം. ഞാൻ ആടെ എത്തട്ടെ പറയില്ലേ. ജോക്കി നോക്കിയാട്ടെ, അടിപൊളിയാന്നല്ലേ? ജോക്കി തന്നെ. ജോക്കി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ഇതിൽ നിന്ന് എങ്ങനെ ഫുഡ് എടുക്കും? കൈവച്ചെടുക്കും. ഞങ്ങളെ പ്രശ്നല്ലേ? കേക്കട്ടെ, വിഷമിക്കല്ലേ? സംസാരിക്കട്ടെ, ഒന്ന് മാറി. എന്താ അത്? എന്റെ ഡയലോഗ് അല്ലായിരുന്നു അത്.
അതെ അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാണ്ടിരുന്നത്. ഓനല്ലേ പറഞ്ഞു, ഓന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ സിനിമയില്, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാണ്ടിരുന്നത്. താറ്റായിരുന്നാ? അത് എന്റെ ഡയലോഗ് അല്ലേ, ശരിക്കും ഞാനല്ലേ അത് പറയണ്ടേ? അതെ, അതിപ്പോ ഓൻ പറഞ്ഞോണ്ട് ഇനി ഓനെ താറ്റണ ഞാൻ. വേണ്ട, നീ പറഞ്ഞ ഞാൻ ചെയ്യും, കാരണം നീ എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ. ചെയ്യണ വേണ്ട, ആദ്യം കഥ കേക്കട്ടെ. നീ അഭിനയിക്കണേ. അതാണ് മറ്റേ ഡ്രിങ്ക്സിനൊക്കെ പറ്റുന്നില്ലേ? പറയട്ടെ. അതും കൂടി കൊടുന്നേ. ഒരുപാട് കഞ്ഞി കേക്കല്ലേ എന്റെ. അല്ല അച്ഛനെ കഥ എടുക്കണ്ടേ? നമുക്ക് ഇവിടെ എടുക്കാം. അല്ല ആദ്യം നീ വാസുവിന് നല്ല ഉപ്പിട്ട കഞ്ഞിന്റെ വെള്ളം എടുത്താട്ടെ. നമുക്ക് അകത്തോട്ടിരിക്കാൻ ജോക്കി വാ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങോട്ടൊന്ന് വാടാ. ജോക്കി വാ. ഇങ്ങോട്ടോ. അപ്പുക്കുട്ടനെ വിളിച്ചോ. അപ്പുക്കുട്ടനെ ഈ തോട്ടിലൊന്നും പിടിക്കരുത്. തമാശല്ല. കറണ്ട് പോയി. കറണ്ട് പോയതാ. എന്താ രസം എന്നെ കാണാൻ വേണ്ടിട്ട് ഇരുട്ടത്ത് നോക്കിയാട്ടെ. മുന്നിലിറക്കി ടോർച്ചയച്ച് നേരത്തെ എനിക്ക് ഇവരുടെ സൗണ്ട് കേൾക്കണ ഒന്നും കേൾക്കണില്ല ജോക്കി. അല്ല നേരത്തെ അവിടെ ഫുഡ് എങ്ങനെ എടുക്കുന്നു ചോദിച്ചില്ലേ? അതെന്തായിരുന്നു സംഭവം? അതെ, ശരി തന്നെയല്ലേ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. എങ്ങനെ അല്ല പന്തലും കാണുമ്പോ പറഞ്ഞത് എന്തുവാടാ? എടാ ഇവനെ നോക്കണ ദദ്ദുവിനെ പോലില്ല ഇവനെ കാണാൻ. ആശാരെ നിങ്ങക്ക് എടാ സെൻട്രൽ ഫ്രഷിന്റെ പരസ്യമില്ലടാ ദദ്ദു. ആ കൊരങ്ങിനെ പോലില്ല ഇവനെ കാണാനാ പന്ത് പിടിച്ചിട്ട് വേണ്ടിട്ട്. നമ്മുടെ ഗ്യാങ്ങിലെ മിസ്ബോയില്ലേ? ഈ നാല് തന്നെ മീശക്ക് കൊടുത്ത് മറ്റേ മേശപ്പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെ എടുക്കുന്ന എന്തൊരു സംഭവം ഇത്? എന്റെ പൊന്നു ചോക്കി ഒന്ന് നിർത്തിയാട്ട് വെക്കാർന്ന്. കിട്ടുന്ന ആള് എടുക്കണം. പറയേണ്ടത് അത് എല്ലാം നശിപ്പിച്ചിട്ട് സമാധാനല്ലേ നിനക്ക്? അല്ല അത് ഫുഡ് തരണം. ഹാരി ഫുഡ് യു ആർ നോട്ട് അലൗഡ് ടു ട്രിഗർ സേഫ് സോൺ. സേഫ് സോൺ മാറിയില്ലേ? മറ്റേ സേഫ് സോൺ ആയിരിക്കുമല്ലേ? ഫ്ലാഷ് അടിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. കണ്ണു കാണാ. ജോക്കി അടുത്തൊന്ന് വന്നിരിക്കാൻ പറയാം, ഇവരടുത്ത് കഥ പറയണ്ടേ? ആസു പിന്നെ ജോക്കി വിളിക്കുന്നുണ്ട്. മരിക്കൂല ഇയാൾക്ക് ഇരുട്ടത്ത് കാണാൻ. മറ്റേത് ഒന്നും കൂടെ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടോ. ആശാനും ബാ. ചോദിക്ക്. എന്താ ജോക്കി? നേരത്തെ ആശാൻ ഇപ്പൊ എന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ചോദിക്ക് ജോക്കി. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടേബിളിലാണെന്ന് എങ്ങനെ നമ്മള് ഫുഡ് എടുക്കും? അറിയത്തില്ല. കൈ വെച്ചെടുക്കണം. കൈ എന്തെടുത്തോണ്ടിരിക്കുന്നു? കഴിഞ്ഞോ? ഗ്യാങ്ങിന്റെ ലീഡറായിട്ട് നിൽക്കുന്നത് എങ്ങനെ? സിനിമേന്റെ പൂച്ച കാട്ടുപൂച്ചയായിട്ട് അഭിനയിക്കാൻ പോകുന്നില്ലേ? കഥയിൽ ആദ്യം ഇമ്പ്രസീവ് ആണ്, അതാലേ പറ്റത്തുള്ളേ. നമുക്ക് പറ്റത്തുള്ളൂ, പൈസ എടുത്തുള്ളൂ. ഗ്യാങ്ങിന്റെ ഫണ്ടാണ് ജോക്കി. ഇപ്പൊ ഞാൻ ആരായി? ജോലി കഥ ഏതാ സ്ഥലത്തിരിക്കേണ്ടത്? നമ്മള് ഇവിടെ ഇരിക്കാം. അർദ്ധചന്ദ്രൻ ഇതാ നല്ലത്. ഇങ്ങോട്ടിരുന്നോളൂ. എന്താ പേര്? അതാ. അയ്യോ സോറി. ഇവിടുത്തെ മാനേജർ. എങ്ങനെ ഇരിക്കുന്നേ നിങ്ങളെല്ലാം? അങ്ങോട്ട് നോക്കിയിട്ട് ചനക്കൊന്നും വരുന്നില്ല. നേരെ നോക്കി നിൽക്കും മനുഷ്യ, എന്റെ കിണ്ടി നോക്കി നിൽക്കാതെ. അല്ല ഐ. അല്ല ഷൗട്ട് ഇടണേ ആശാനെ. ഷൗട്ട് എന്റെ മറ്റേ പ്ലസ് എസ്കേപ്പിന് താഴെയുള്ള എസ്കേപ്പിന് താഴെയുള്ള
എസ്കേപ്പില്ലേ എസ്കേപ്പ് അതിന് താഴെ എന്റെ എസ്കേപ്പിന്റെ താപിലിട്ട് ആവല്ലേ സൂപ്പർ. ഞാൻ എല്ലാം നെക്കും. എടാ ജോണി പാപ്പ ഇങ്ങോട്ടൊന്ന് വാ ജോണി പാപ്പ നിങ്ങൾ ഫുഡ് കിട്ടില്ല. ഞാൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? രാമനും സീതയാ? അല്ല അയ്യോ അല്ല, ബാർബിക്യൂവും അല്ല റിപ്സും വെർജിൻ മൊജിറ്റോയും. ഞാൻ രാമനും വെർജിൻ മൊജിറ്റോയും. കിട്ടിയായിരുന്നു. അപ്പം കഥ കേൾക്കാം നമുക്ക്. ആശാനെ ഓർഡർ ചെയ്യുന്നേ ജോണി പാപ്പ ഓർഡർ ചെയ്. മറ്റേ രാമനും മച്ച മിൽറ്റി കിട്ടിയല്ലോ. കിട്ടി. നരേന്ദ്ര ഇത് പ്ലേറ്റിൽ നിന്നും കഴിക്കണ്ടേ? ഇത് ചുമ്മാ നരേന്ദ്ര 30 guys. നമുക്ക് കഥ കേൾക്കാം. അങ്ങനെ എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോഴായിരിക്കും. ആശാനെ കാട്ടുപൂച്ചയുടെ കഥ അങ്ങോട്ട് പറഞ്ഞു. ആശാനെ കഥ അതായത് ഈ കാട്ടുപൂച്ച എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ മെയിൻ കഥാപാത്രം. ഈ കാട്ടുപൂച്ച നാട്ടിൽ നിന്ന് ഇങ്ങനെ വരും, അല്ല കാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമെന്ന്. അപ്പൊ അത് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് വന്ന് അതെല്ലാം വലിയൊരു ഇതായിട്ട് വരും. അതിന്റെ ത്രെഡ് മാത്രം പറയാൻ ഞാൻ ഇങ്ങനെ. അപ്പൊ അതിങ്ങനെ വന്ന് പൂച്ചയായിട്ട് ഇവനാണ് അഭിനയിക്കണ്ടേ? പൂച്ചയായിട്ട് ഇവൻ എന്നാണ് മെയിൻ കഥാപാത്രം. വെറും പൂച്ചയല്ല, കാട്ടുപൂച്ച. നല്ല ശൗര്യം ഉണ്ടാവും, ശൗര്യം. ബാക്കി പിന്നെ നാരദാ. അപ്പൊ ബാക്കി നാരദം പറയും. 30 കോടി മേടിച്ച് കടിക്കുന്ന പൂച്ച കേട്ടോ. അല്ലല്ല, ഇത് കടിക്കൊന്നുമില്ല, ഇത് മാന്തൂല്ല, കടിക്കൂല, ഒന്നും ചെയ്യില്ല. പിന്നെ ഇതിനെ കാണുമ്പോ തന്നെ ഇതിനെല്ലാം ശൗര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുഖത്തുള്ള തീക്ഷ്ണത ഉണ്ടാവും മുഖത്ത്. കാട്ടുപൂച്ചനെ ആ ഒരു തീക്ഷ്ണതയില്ലേ, അതന്നെ അതുണ്ടാവും മുഖത്ത്. അപ്പൊ ഈ കാട്ടുപൂച്ച ഈ പെമ്പിളർക്കെല്ലാം പിന്നെ കാട്ടുപൂച്ചേനി നായ്ക്കളി പൂച്ചേനി പട്ടികളെല്ലാം ഭയങ്കര ഇഷ്ടാന്നല്ല. അപ്പൊ ഇങ്ങനെ ഈ പൂച്ച ഒരു ദിവസം കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു 4 പെമ്പിള്ളർ ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഈ കാട്ടില് ട്രക്കിങ്ങിന് പോയിട്ടുണ്ടാവും. അപ്പൊ അന്നേരം അല്ല ഈ പെമ്പിള്ളറെല്ലാം നല്ല സുന്ദരി പെമ്പിള്ളറാണ്. അല്ല നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പെമ്പിള്ളറ. അപ്പൊ ഈ പെമ്പിള്ളർ ഈ പൂച്ചനെ എടുത്തിട്ട് നാട്ടിലേക്കും അങ്ങനെ ഈ പൂച്ചനെ സ്നേഹിക്കാനും കൊടുക്കാനും ലാളിക്കാനെല്ലാം ആളായി അതുകൊണ്ട് ഈ പൂച്ചക്ക് ഭയങ്കര സന്തോഷായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഇവരെ കൂട്ടത്തില് ഒരാള് മരിക്കുന്നത്. അവിടെ തുടങ്ങും നമ്മളെ ത്രില്ലർ. ആടുന്ന് മുതൽ അങ്ങോട്ട് ഫുള്ള് സസ്പെൻസ് ത്രില്ലറാണ് അങ്ങോട്ട് കഥ പോകുന്നത്. കാരണം ഈ കാട്ടുപൂച്ചാണ് ഈ കൊല്ലുന്ന കാണുന്നത്. അതെ അതെ, ഐ വിറ്റ്നസ്. കാരണം ഈ പെണ്ണുങ്ങളെല്ലാം മറ്റേ ഇളികൾ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ്. എന്ത് പരിപാടി? ഇളികള് മറ്റേ നിയമവിരുദ്ധമായിട്ട് ഇല്ലീഗൽ. ഇംഗ്ലീഷ് എന്ത് ഇല്ലീഗൽ പരിപാടിയാണ് അവർ ചെയ്യുന്നത്? മലയാളം കേരള സിലബസ്. അതിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇല്ല അതൊന്നുമില്ല, അത് പ്രകൃതി വിരുദ്ധമായി ഇപ്പൊ. നല്ല പാലെല്ലാം ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. നല്ല പാലുള്ള പൂച്ച. അതല്ല നീ പൂച്ച എന്നുള്ള കാര്യം മറന്നുപോയി. കാട്ടുപൂച്ചായ നിങ്ങ ഇത് തെളിയിക്കുന്നേ. കാട്ടുപൂച്ചയെ ഞാൻ കേസ് തെളിയിക്കണം. അല്ല അവൻ തന്നെ സംസാരിക്കോ മനുഷ്യന്മാരെ പോലെ പൂച്ചയുടെ വേഷം കിട്ടി പറഞ്ഞത് സംസാരിക്കുന്നു. നീ കാത്തു കണ്ടിനാ? ഞാൻ കാത്തു കണ്ടു പറഞ്ഞു. ഞാനാ നിങ്ങളുടെ കാത്തു. എന്നോട് ഇഷ്ടം കൂടാൻ അതേപോലെ തന്നെ എന്നോട് ഇഷ്ടം കൂടാന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഇവനോട് ഇഷ്ടം കൂടുന്ന ആൾക്കാരാണ് എല്ലാരും. കാരണം ഇവൻ അത്ര ക്യൂട്ടാണ്. ക്യൂട്ടുപൂച്ചയാണ്. അപ്പൊ ഞാൻ മനുഷ്യനായാലും ഇതായിട്ട് അഭിനയിച്ചാൽ രണ്ടായിട്ടിലും ഞാൻ ക്യൂട്ടാണ്, മനസ്സിലായോ? അത് ആ ക്യൂട്ട്നെസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? ഓക്കെ അപ്പൊ അതെനിക്ക് ഈസി ആയിരിക്കും. കാരണം ഓൾറെഡി മനുഷ്യനായിട്ടിരിക്കുമ്പോഴേ ഞാൻ ക്യൂട്ടായോണ്ടേ. അതെ അതെ അതെ. ജോക്കിക്ക് എന്തെങ്കിലും ഇതിനകത്ത് റോള് വേണമെങ്കിൽ നമ്മള് കൊടുക്കാം. എനിക്ക് ഒരു താല്പര്യമില്ല. ബാക്കി കഥ പറഞ്ഞേ. ഇവനാണ് ഇത് കാണുന്നത്, ക്രൈം കാണുന്നത് ഇവനാണ്. ഇവൻ ഇത് കണ്ടത് കൊണ്ട് ഈ പൂച്ച സംസാരിക്കുകയും ചെയ്യുന്നോണ്ട് ഈ ബാക്കിയുള്ള 3 പെമ്പിള്ളേർ എന്താക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇവനെ വേട്ടയാടാൻ വേണ്ടി നടക്കും. വേട്ടയാടാൻ വേണ്ടി നടക്കും. അപ്പൊ ഇവൻ എന്താക്കും, ഇവന് ഭയങ്കര ബുദ്ധിയുള്ള പൂച്ച ഇവൻ.
ഇവൻ എന്താക്കുന്നറിയോ ഓരോ കൈമെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നതും പിന്നെ ബാക്കി ആടെ എന്നിട്ട് ഇവൻ എന്താക്കുന്നറിയാമോ ഇവന്റെ മറ്റേ പൂച്ചനെ കൊണ്ട് തലയിലാക്കി വെക്കും. അതായത് പോലീസിന്റെ അടുത്ത് പോയിട്ട് പറയുമ്പോ നിങ്ങൾക്ക് സ്ട്രോങ് എവിഡൻസ് വേണ്ടേ, അത് പറയാൻ വേണ്ടിട്ട് ഇവൻ മാന്തി സോഫേന്റെ അടിയിലെല്ലാം മാന്തി കലയാക്കി വെക്കും. പിന്നെ സോഫേന്റെ കാലിൽ ഒരു കഷ്ണം കടിച്ചെല്ലാം വെക്കും. ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇവനാന്ന് അത് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും ഇങ്ങനെയാന്ന് സാറേ ഇങ്ങനെയുണ്ട് ഒരു കാര്യം പറയും. അത് ഓൻ ഇടക്കിടക്ക് വരും. ആ മാമന്റെ കൂടെ നടന്നിട്ട് കിട്ടിയതാണ്. ക്ഷമിക്കണം. പൂച്ച മാന്തിയൊക്കെ വെക്കണം, അതെന്താ എനിക്ക് മനസ്സിലായില്ല. പൂച്ച മാന്തി വെക്കുന്നല്ല, പെണ്ണുങ്ങൾ ഇവരെ കൊണ്ട് മാന്തി വെപ്പിക്കൂ. അല്ല പൂച്ച മാന്തു സാധാരണ എന്റെ പൊന്നാശാനെ പൂച്ച സാധാരണ അപ്പി ഇടുമ്പോഴാണ് മാന്തുന്നേ. ഇതിന് കാര്യമുണ്ട്. എന്തിനാ മാന്തുന്നേ ചോദിച്ചിട്ട് അതാണ് സസ്പെൻസ്. അതായത് ഇവൻ നേരെ പോലീസിന്റെ അടുത്ത് പോയിട്ട് പറയും ആടെ ഒരു കൊല നടന്നിട്ടുണ്ട്, കൊന്നത് ഇതാന്ന് പറയും. എന്നിട്ട് പോലീസ് പറയും പൂച്ച പറയും പിന്നെ നമ്മളെ വീട്ടില് ഞാൻ കാണിച്ചാൽ ആ വീട്ടില് ഞാൻ ഉണ്ടായി എന്നുള്ള തെളിവുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പൂച്ച പോലീസിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൂച്ച മാന്തിയതോ ആക്കിയതെല്ലാം കാണിച്ചു കൊടുക്കും. സോറി സോറി. എന്നിട്ട് ഈ പൂച്ച അതാണ് ആ പൂച്ചയാന്ന് എന്നിട്ട് തെളിയിക്കുന്ന കഥ. അതിന്റെ അത് കുറെ സസ്പെൻസും ത്രില്ലറും ടേണും എല്ലാം ഉണ്ട്. ഈ കഥയാണെങ്കില് ഇപ്പൊ നീ ഇരിക്കുന്ന നമ്മള് 4 പേര് പോലും തിയേറ്ററിൽ വരുമില്ല. കാരണം ഇവർ ഓൾറെഡി ഈ കഥ കേട്ട് വെറുത്ത് കഴിഞ്ഞ്. എന്ത് കാലൊക്കെ മൂത്രം ഒഴിക്കുന്ന സീനല്ല ഇതിൽ ഈ ക്രൈം നടക്കുമ്പോ തന്നെ ഇവർക്ക് ഭയങ്കര അതായത് ഈ പൂച്ച ഫുള്ള് ഡിപ്രഷൻ ആവും. അതായത് പൂച്ച നിങ്ങൾക്ക് ഈ മത്തിത്തല പിടിച്ച് കടിച്ച് നടക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നടക്കൂല. അതിന്റെ വിഷമത്തോടെ നമുക്ക് കാണിക്കാം. അപ്പൊ അതില് നിങ്ങളെ നടിപ്പിൻ നായകൻ എന്നുള്ള സാധനം കേറി വരും. നായകനെ നീ കാണിക്കേണ്ടത് ഒരു മിനിറ്റ്, നീ ഒന്ന് മുഖത്ത് ശൗര്യം കാണിച്ചാട്ടെ വാസു. ഞാൻ ആദ്യം ഇത് മാറ്റട്ടെ. ശൗര്യമല്ലേ? ഒരു മിനിറ്റ്. ഇത് ഏകദേശം ഓക്കെയാണ്. ശൗര്യ കാണിക്കുന്നു കുറച്ചുകൂടെ തീഷ്ണത കൊണ്ടുവരാം. തീഷ്ണത എടുത്താ കുറച്ചുകൂടെ. ഇതന്നെ നമുക്ക് വേണ്ടത്. അതെ അതെ, ഇതാണ് നമ്മള് പറഞ്ഞ നടൻ. വേണമെങ്കിൽ ഞാൻ മറ്റേ ഈ കൊല്ലുന്ന സീൻ കാണുമ്പോൾ നമ്മൾ ഷോക്ക് ആവൂല്ലേ പെട്ടെന്ന്. കൊല്ലുന്നു, അയ്യോ കേട്ടാ. ഡയലോഗ് ഇത് ആദ്യത്തെ കാട്ടുപൂച്ചയുടെ ഇൻട്രോ സീൻ ഇല്ലേ? കാട്ടുപൂച്ച നമ്മള് സമാധാനമായിട്ട് കാട്ടിക്കൂടെ ജോയ്ഫുൾ ആയിട്ട് പോകുന്ന സമയത്ത് കണ്ടോ ഇത് വേറെ ഇതിന്റെ അടുത്തൊരു അതിന്റെ ഇടയ്ക്ക് സമ്മതിക്കൂല. ഇതിപ്പോ നീ ആ ഒരു മുഖം വെച്ചോ, ഇതിലാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നത്. അതായത് ഇങ്ങനെ പറയും, ഇതാണ് നമ്മുടെ കാട്ടുപൂച്ച. കാട്ടുപൂച്ച എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ വിചാരിക്കും ഇത് ഭയങ്കര പ്രശ്നമല്ല പൂച്ചയാണ്, പക്ഷെ ഇത് ഭയങ്കര ഇവനെ കണ്ടാൽ എല്ലാരും എടുത്ത് കഞ്ചിക്കാൻ തോന്നും. നിന്നെ പറ്റി പൊക്കിയെടുക്കുന്നതല്ലേ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ നിങ്ങൾ പറഞ്ഞ സീൻ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മള് ടയർഡായി രാത്രിയില് എന്നുവെച്ചാ പൂച്ചയെ ഇവരോട്ട് ഓടിക്കുമല്ലോ പിടിക്കാൻ വേണ്ടി ഓടിച്ച് ടയർഡ് ആകുന്ന സമയത്ത് രാത്രിയില് ഇതാകുമ്പോഴത്തേനും ഇതാണ്ട് എനിക്ക് നീ ഒരു അടിപൊളി. ഇവൻ എന്റെ ഫിക്സ്, ഇവൻ തന്നെ എന്റെ നാട്ടൻ. ഇവനെ വെച്ചിട്ട് വേണം എനക്കൊന്ന് എന്റെ സിനിമ എനക്കൊന്ന് ഇറക്കാൻ വേണ്ടിട്ട്. നാരദാ ഇത് ഫിക്സ് ആക്കുമല്ലോ ഇത് നമ്മള്. പ്രശ്നമുണ്ട്, ഒരു മിനിറ്റ്. പട്ടിയല്ലേ കാല് പൊക്കി മുള്ളുന്നേ, പൂച്ച ഇരുന്നില്ലേ മുള്ളുന്നേ? മറ്റേ 3 നായികമാരുടെ കൂടെ അതുകൂടെ ചോദിക്കും ആരൊക്കെയാണ്.
ഒരു കോൾ വിളിച്ചിട്ടോ. അതല്ലേ നമ്മളെ കൂടെ ഇത്രയും നാള് നടന്നിരുന്ന ഹലോ 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 വാസു എവിടെ ഉണ്ട്? വാസുണ്ട്. ആ സൗകര്യം ആയിരുന്നോ? സൗകര്യം എന്റെ ഫോൺ മാറിയപ്പോ നമ്പർ എല്ലാം പോയേ. കുഴപ്പമില്ല കുഴപ്പമില്ല. എവിടെ ഉള്ളത്? ഞങ്ങള് ഇവിടെ ഒരു പ്രോജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോണേ. ഞങ്ങളിപ്പോ കറക്റ്റ് നമ്മുടെ എന്താ ഇതിന്റെ പേരെന്തായിരുന്നു? കോഴിക്കടയാ കോഴിപ്പീടിയേ? അതേടാ പുതിയ ഹോട്ടലല്ലേ 8228. 8228 ആ ഇങ്ങോട്ട് വാ. ആ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ട. ഓ പറഞ്ഞോ. അണ്ണാ നമ്മള് GM ക്ലബ് എന്നാണ് അതിന്റെ പേര്. GM ക്ലബ്. ഓക്കെ. GM ക്ലബ്. ഇതിനു മുമ്പ് നമ്മുടെ ബർഗർ ഷോട്ട് ആയിരുന്നു. നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തന്നെയായിരുന്നു ബർഗർ ഷോട്ട്. അത് മാറ്റിയിട്ടാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. ഓ ഹോ ഹോ ഹോ. അണ്ണാ ഫോൺ എടുക്കാവോ? ഫോൺ എടുക്കാം. ഫോൺ എടുത്തു. അതില് ബ്രൗസർ എടുക്കാവോ? ബ്രൗസർ ആപ്ലിക്കേഷൻ. ഒരു സെക്കൻഡ്, ആരോ കോൾ വിളിക്കുന്നത്. ഹലോ ആ ആരാ? നമ്മുടെ പേര് സ്റ്റീവേ പറയടാ. അണ്ണന്റെ ചുമന്ന കളറുള്ള ബ്രോങ്കോ ഇവിടെ മറ്റേ ഇവിടെ കിടക്കണം, മറ്റേ കോടതിയുടെ അടുത്താ? അത് എവിടെ? 8228 ആണോ? നോട് അല്ല, എവിടെ? 7273 കറക്റ്റ് 7273 കിടപ്പുണ്ട്. അവനെ തല്ലിക്കൊന്ന് 8228 കൊണ്ടുപോകാതെ. അത് അൺലോക്ക് ആണ്, ആരും ഇല്ല ഇവിടെ. ഞാൻ നോക്കിക്കോളാം. ഞങ്ങളത് 8228 പോലീസുകാരന്റെ അങ്ങോട്ട് കൊണ്ടുവരാം. അവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവില്ല, അത് ജോക്കിയാട്ടനാക്കി. അതില് ബ്രൗസർ എടുത്തിട്ട് നമ്മുടെ സൈറ്റ് ഒന്ന് GM Groups .site എല്ലാം ഒരുമിച്ച് സ്മോൾ GM .site. പരസാറിനെ വിളിക്കല്ലേ? എന്നാ പിന്നെ പോലീസുകാരനായിട്ട് നമ്മുടെ ഒരു വേർഷൻ 2 ആയിട്ടാണ് ഇത് ഇറങ്ങുന്നത്. കാരണം ആദ്യത്തെ കിലോമീറ്റർ, സോ രണ്ടാമത്തത് നമ്മുടെ ഈ ഒരു കോഴി ഷോപ്പ് ആയിട്ട് എടുത്തു. പിന്നെ ഈ സൈറ്റ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും, വെളിയിലും കാണാം. വെളിയിലുണ്ട്. വെളിയിലാണ്. ഒറിജിനലാണ്. ഇത് ഒറിജിനലാണ്. വെളിയില് നമ്മുടെ ഇതിന്റെ ഫുൾ സംഭവം കിട്ടും. ഫുൾ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അത് കോയിക്കഫേ ഉണ്ട് താഴെ. അത് ഉള്ള മെനൂസും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട്. ഏറ്റവും താഴെ പോയാലും ചിലപ്പോ കാണാൻ പറ്റും. കണ്ട് അതിന് താഴെ അംബാനോപ്പി ആണ്, വക്കീലാണ് ഞാൻ. അപ്പുറത്തെ ഹാരിസ് കിച്ചൺ മാനേജറാണ്. കത്തി ഹലോ. കേക്ക കത്തി സത്യം സെറ്റ് കത്തി. ഒരു മിനിറ്റ് പുറത്തൊന്നും നോക്കട്ടെ. ആട്ടാ കത്തിയാ? ഇല്ല, കത്തിയില്ല. അപ്പൊ വരുമോ? വെയിറ്റ് ചെയ്യൂ. ഇന്നെന്തെങ്ങനെ ബുദ്ധനായ ഫോൺ എടുത്ത് സാബ്ഗുരു പറ. ഞാൻ പുറത്തുണ്ട് ഡോറിന്റെ. ബ്രോ വെളിയിൽ ആള് വന്നിട്ടുണ്ടോ? ഒന്ന് അകത്തോട്ട് കയറ്റി വിടുവോ? ഇത് നമുക്ക് വെളിയിലും എന്താ ഇല്ലല്ല, അതൊരു കാര്യം പറയാൻ നമ്മൾ വിട്ടുപോയിരുന്നല്ലോ. അതൊന്ന് ജസ്റ്റ് പറയണം അവര് പറഞ്ഞായിരുന്നത്. ഇതാ ഹലോ സൈറ്റിന്റെ പേര്? ഹലോ മിസ്റ്റർ വാസു അല്ലേ? അതെ. ഞാനൊരു പുതുതായി ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാളാണ്. ഓക്കെ, എന്ത് ബിസിനസ് ആണ്? എന്റെ ബിസിനസ് സൂപ്പർ മാർക്കറ്റ്. അപ്പൊ നിങ്ങളുടെ എനിക്ക് താങ്കളാണ് ഇവിടെ ഫേമസ് ആയി നിൽക്കുന്ന ബിസിനസ്സുകാരനാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് നാട്ടുകാരുടെ. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് കണ്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാവും. ഞങ്ങൾ ഇന്ന് വേറൊരു റെസ്റ്റോറന്റ് ബിസിനസ്സിന്റെ കാര്യമായിട്ട് നിൽക്കുകയാണ്. ഇത് കഴിയുമ്പോഴത്തേന് നമുക്ക് നാളെ സംസാരിക്കാം. സൂപ്പർ മാർക്കറ്റ് ബിസിനസ് നാളെ എന്നെ വിളിച്ചാൽ മതി. നാളെ. ഓക്കെ ശരി.
തിരക്കുള്ള എന്താ പെട്ടെന്ന് ഒരു 51 എപ്പിസോഡ് പോയത്. ആ പറഞ്ഞോ. എങ്ങനെയാണ് മൊത്തത്തിൽ റെസ്റ്റോറന്റ് സൈറ്റ് കൊള്ളാം, എല്ലാം അടിപൊളി, എല്ലാം ബെഡേ സെറ്റപ്പ് കൊള്ളാം. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ സംസാരിക്കാനുണ്ടായിരുന്നു. ആ പറഞ്ഞോ. നമുക്ക് മുമ്പ് ബർഗർ ഷോട്ട് ഉള്ളപ്പോ അവിടുന്ന് നമുക്ക് ബൾക്ക് ഓർഡർ തന്നോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടുന്ന് നമുക്ക് അങ്ങനെയാണ് തരുമോ, അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഓൾറെഡി ടി വിയിൽ അങ്ങോട്ട് സൂചിപ്പിച്ചായിരുന്നു. അതെ, ഞാൻ മെമ്പേഴ്സിനോട് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ അതിനെ പറ്റി പറയാം. അല്ല അതങ്ങൾ ഓൾറെഡി സംസാരിച്ചു. രായണൻ ഉണ്ടായിരുന്നില്ല. ഇതെന്താ ബ്രോ ചെറിയൊരു കുട്ടീന്റെ പേരൊക്കെ ഇടുന്നത് വെറും തന്തയില്ലായ്മയാണ്. പ്ലീസ് ചേഞ്ച് യുവർ യൂസർ നെയിം. ഇതെന്താ ചാറ്റിലെന്താ സംഭവം വെച്ചാല് നമ്മള് എല്ലാ വീക്കിലും നമ്മള് എല്ലാ ഗാങ്സും ഇപ്പം ടി വി ബാക്കിയുള്ള ഗാങ്സ് എല്ലാവർക്കും നമ്മള് വീക്കിൽ ഒരു എന്താ പറയാ ഒരു ഹെൽത്തി ആൻഡ് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ ഗാങ് ഹൗസിൽ നമ്മള് ഫുഡ് എല്ലാം കൊണ്ടെത്തിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുടെ റേറ്റ്സ് എങ്ങനെയാ വരുന്നേ? അത് വാസന ഇപ്പം കറന്റ് ഇപ്പൊ ഒരു ഫിക്സഡ് റേറ്റ് അല്ല കിടക്കുന്നത്. ഒരു സിറ്റി തന്ന റേറ്റ് ആണ് ഇപ്പൊ കിടക്കുന്നത്. എന്നാലും പെർ പീസ് എത്ര വരും? പെർ പീസ് എന്തായാലും കൂടിപ്പോയ 50,000 അല്ലെങ്കിൽ അതിന് താഴെ 50,000 വെച്ചിട്ട്. ഇത് ഒരെണ്ണം കഴിച്ചാൽ ഫുൾ ഹെൽത്ത് ആവോ? അല്ല ഫുൾ ഇതാവോ അല്ലേ? നമ്മുടെ റാമൻ നൂഡിൽസ് ഇല്ലേ, അത് ഫുൾ ഹെൽത്ത് ആവുന്നതാണ്. പിന്നെ നമുക്കൊരു വെജിറ്റബിൾ ഓപ്ഷൻ വരുന്നുണ്ട്, അതൊരു ഹെൽത്തി ഓപ്ഷൻ ആണ്. ഗാർഡൻ സാലഡ് എന്ന് പറഞ്ഞു വരുന്നത്. ഒരു സെക്കൻഡ് ഫുൾ ആവുന്ന ടൈപ്പാണ്. ഹലോ, ചെറുതായിട്ട് എവിടെയാണ് സ്ഥലം? എടാ മറ്റേ കോയി കഫേ അതിനകത്ത് 8228. പിന്നെ ഇതില് ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മള് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ക്യാപിച്ചിനോയും തായ് നൂഡിൽസിന്റെ ഒക്കെ ഇപ്പൊ 3-4 കഴിച്ചാൽ ഫുള്ളാവുള്ളൂ. ഓക്കെ ഓക്കെ, മനസ്സിലായി. അതിന്റെ കുറച്ചു നമ്മുടെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഈ ഹാഫും ഫുള്ളും വരുന്ന ഓപ്ഷൻ. ഓക്കെ മനസ്സിലായി. അത് നമുക്ക് ഡീലാക്കാം ബ്രോ. നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് ഡീലാക്കാം. അതെന്തായാലും സംസാരിച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം. നമ്മള് റയനോട് സംസാരിച്ചായിരുന്നു. അപ്പൊ റയന എല്ലായിടത്തും പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഏകദേശം എന്താ പറയാ 8 മാസമായി നമ്മളിപ്പോ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, ബർഗർ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തി. നല്ലൊരു റെസ്റ്റോറന്റ് ഒക്കെ ആയി ഇങ്ങനെ പോവാണ്. പിന്നെ ഒരു ഒതന്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയതും നമ്മള് ഇവിടെ ആഡ് ചെയ്തതും എല്ലാം. പിന്നെ വാസനം വന്നൊരു സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു. എന്തായാലും വിളിച്ചത് നന്ദി. നമുക്ക് എന്തായാലും ഡീൽ ചെയ്തിട്ട് പറയാം ബ്രോ. എന്തായാലും ഓക്കെ വാസനം. ഓക്കെ. പിന്നെ എപ്പോഴെങ്കിലും പ്രൈവറ്റ് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാം. എപ്പോഴെങ്കിലും ഉറപ്പായിട്ട് വരാം. ഫുൾ ടൈം ഇതാണ് കഥയല്ലേ? എനിക്ക് ഒന്നും കൂടെ ആലോചിക്കണം. അല്ല, എനിക്ക് എന്നോട് തന്നെ ഒന്ന് ആലോചിക്കണം. ഇത്ര നല്ലോണം അഭിനയിച്ചിട്ടാണ് ഗ്രാഫ് കൂടെയുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കാട്ടുപൂച്ചയായിട്ടൊക്കെ ഞാൻ അഭിനയിച്ച എന്റെ ഇമേജ് എനിക്ക് മനുഷ്യനായിട്ട് അഭിനയിക്കാനുള്ള സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വാ. എടാ ഇത് ഞാൻ പറയട്ടെ, ഇത് ഈ പൂച്ച നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ജോക്ക് എനിക്ക് ഇത് കേട്ടിരുന്നു. എനിക്ക് അഭിനയിക്കണമെന്നുണ്ടായില്ല ജോക്ക്. ഇതിനകത്ത് നല്ല കഥ അല്ല, ഇതിന്റെ തന്നെ പുലിയെ വെച്ചിട്ടൊരു സാധനം ഇറക്കുവാണെങ്കിൽ എന്നെ അഭിനയിക്കണം കേട്ടോ. ബൾബ് ഭാവം മാറി മറയുന്നു നോക്കിയാട്ടെ മുഖത്ത്. എടാ നീ ഒരു അഭിനേതാവാടാ. ഇവനാണ് നടൻ, ഇവനാണ് ഞമ്മ പറഞ്ഞ നടൻ, ഇവനാണ് ഒരു കാര്യം ചെയ്യ്, 5 കോടി അങ്ങ് എടുത്ത് കൊടുക്കുക. അഡ്വാൻസ് കൊടുക്കും. ജോക്കി പൂച്ചയായിട്ടൊന്നും അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. സത്യം കേട്ടോ ആശാൻ, ഞാൻ കാര്യം ഗ്യാങ്ങിന്റെ ലീഡ്, നമ്മുടെ ഗ്യാങ്ങിന്റെ ലീഡർ അല്ലേ, ഇവിടുത്തെ ഒരു പ്രോമിനന്റ് ഗ്യാങ്ങിന്റെ ലീഡർ അല്ലേ ഇവൻ പൂച്ചയായിട്ടൊക്കെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പൂച്ചയായിട്ട് അഭിനയിക്കാം. പക്ഷെ ഞാൻ അഭിനയിച്ചത് പുറത്ത് പറയരുത്. പക്ഷെ ഇതൊരു ഓസ്കാറോ നാഷണൽ അവാർഡോ എല്ലാം കിട്ടുന്ന സമയത്ത് നമുക്കിത് റിവീൽ ചെയ്യാം. 5 കോടി കൊടുത്താണ്. 5 കോടി കൊടുത്താണ്. 5 പോരെ, 5 ആദ്യം പോരെ. നമ്പർ എനിക്ക് ഷെയർ തന്നെ ആശാൻ. ഞാൻ ഫോൺ നമ്പർ അയച്ചെന്നാണെങ്കിൽ 30 കോടി ഇട്ട് തരും കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് പോകുന്നില്ല, നമ്മൾ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അല്ല അതാ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഹാപ്പി ആയി.
നമ്പർ എന്റെ ഷെയർ ചെയ്ത് സെറ്റ് അത് കോണ്ടാക്ട് എടുത്തിട്ട് ഷെയർ ചെയ്യാം അതൊന്നും അറിഞ്ഞൂടെ എന്നെ കാണുന്നില്ലല്ലോ ആ വന്നു എത്ര അഡ്വാൻസ് വേണ്ടേ? ഒരു 15 അഡ്വാൻസ്. 15. അപ്പൊ 5 അയക്കാം. പ്രൊഡക്ഷൻ പേരുണ്ടാ? പ്രൊഡക്ഷൻ വാസു പ്രൊഡക്ഷൻ. തക്കുട് വീട്ടിൽ പ്രൊഡക്ഷൻസ്. നമുക്ക് ടിവിയെ പ്രൊഡക്ഷൻ കമ്പനി നോക്കിയാലോ? വേണ്ട തക്കുട് വീട്ടിൽ പ്രൊഡക്ഷൻ. തക്കുട് വീട്ടിൽ അത് നമുക്കൊന്ന് പിന്നെ അത് നല്ല ഗംഭീരമായിട്ട് ചെയ്യണം കേട്ടോ. 10 കോടി അഡ്വാൻസ് അയച്ചിട്ടുണ്ടേ. ഓ എണ്ണി നോക്കാം. നമ്പർ 33 33 3333. ന്യൂ കമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ ബാസട്ടെ. എന്റെ ബ്രോങ്കോ ആണോ എന്തോ പൊട്ടിയത്. അപ്പൊ സ്റ്റീവേട്ടെ അപ്പൊ നമുക്ക് വെളിയിലോട്ട് പോവാം. അപ്പൊ ബ്രോ താങ്ക് യു സോ മച്ച്. ആ ഫോട്ടോ എടുക്കാം. എന്താണ് പമ്പിന്റെ കാര്യം പറയാം. സാബ്ഗുരു സുഖല്ലേ? ചാറ്റ് എന്താ സംഭവം? പുറത്തെന്തോ അവന്റെ SVA സ്കൈ വേണോ അതോ ലോകം? നമുക്കൊരു ഫോട്ടോ എടുക്കാം. വാ കണ്ണട ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. ഇതെന്താ പെറ്റിക്കോട്ട ഇട്ടിട്ട് ഇത് നമ്മളൊരു ഫോട്ടോ എടുക്കാം. നായകൻ മുകളിൽ കേട്ടെ. എന്റെ നായകൻ ഇല്ല ഇവിടെ നമുക്ക് ഒരുമിച്ച് ഇരിക്കാം. ജോണി പാപ്പിന്റെ ഫോട്ടോ ജസ്റ്റ് അങ്ങോട്ട് സ്ട്രൈറ്റ് അങ്ങോട്ട് നോക്കിയാൽ മതി. അങ്ങോട്ട് നോക്കിയാൽ കക്കൂസിന്റെ വായിക്ക് നോക്കിക്കാം. കക്കൂസിന്റെ വായി ഞാൻ നേരെയുള്ള മെഴുകുതിരിക്കാ നോക്കുന്നത്. അതന്നെയല്ലേ കക്കൂസിന്റെ വായി. ഫോട്ടോഗ്രാഫർ ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ഇൻ ദ സിറ്റി. വെറുതെ അങ്ങനല്ല. ഇത് തല്ലി മേടിക്കാനുള്ള പരിപാടിയാണ്. ഫോട്ടോ എടുക്കുന്നത് ഇത് ആരും മുന്നിൽ ആരും ഇത് ഞാനായിട്ട് നോക്കുന്നതല്ല, ഇത് തന്നെ നോക്കുന്നത്. അങ്ങോട്ടൊന്ന് തിരി ജസ്റ്റ് കുറച്ചെടുത്തോട്ടെ. നേരെ മെയ്ത്തിരിന്റെ അടുത്തേക്ക് നോക്കുക. അപ്പൊ അത്രയും വേണ്ട, കുറച്ച് വലത്തോട്ട്. ജോലിയാവുമ്പോ പറഞ്ഞാലേ ജോലിക്ക് നിൽക്കാൻ പറ്റില്ല. വഴി കളിച്ച് തരണ്ടേ എന്റെ പൊന്നെ കെറു. അതാണ് ഇപ്പൊ അപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് പോയി. അത് നന്നായിരുന്നു. ഇത്ര നേരം പറഞ്ഞതിനെക്കാട്ടിലും നന്നായിട്ടുണ്ട്. അറിഞ്ഞൂടെ ഈഗോ കാണിക്കുന്നത്? നമ്മുടെ സ്വന്തം ഇല്ലയോ? ശരി. പോയായിരുന്നു കേട്ടോ. നമ്മളെ ബ്രോങ്കോ എവിടെ? ഞാൻ പാത്തിട്ടേ. വാ ഞാൻ ജോക്കി ഒന്ന് അങ്ങോട്ടൊന്ന് കേട്ടോട്ടെ. സോറിടാ തട്ടില്ല. ഇടയ്ക്ക് വന്ന് കേറല്ലേ. വീഡിയോ കിക്കാവേ. ഓ ഇനി ഇതിനെ രണ്ടിനെ എങ്ങനെ വിളിച്ചോണ്ട് വരും? ഇതിനകത്തൊന്ന് ഒന്ന് വിളിച്ചോണ്ട് വരും.
വാസവൻ അപ്പൊ വന്നതിൽ സന്തോഷം കേട്ടോ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. എന്റെ പേര് നിമൽ എന്നാണ് കേട്ടോ, മാനേജറാണ് GM ഗ്രൂപ്പ്സിന്റെ. സോറി, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. പരിചയപ്പെട്ടതിൽ എന്തായാലും സന്തോഷം. സന്തോഷം വാസവ, സന്തോഷം വാസവ, കടയിലേക്ക് വന്നതിന് സന്തോഷം. സ്റ്റീവേ, നമുക്ക് പുറത്തൊരു ചെറിയ പണിയുണ്ട്. നീ ഇതൊന്ന് കഴിയുമ്പോ ഇപ്പൊ ഒന്ന് വെളിയിലോട്ട് വരണം എന്റെ കൂടെ. അല്ലല്ല, നമുക്കൊരു ചെറിയ പണിയുണ്ട്. ജോക്കി ജോക്കി, ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ. അല്ലല്ല ജോക്കി, ഒന്നാമത്തെ കാര്യം എനിക്കിവിടെ ഇതില്ല, ചാർജ് ഇൻവേർട്ടർ. എനിക്ക് വേറെ ചെറിയൊരു പണി ചെയ്ത് തീർക്കുന്നുണ്ട് വെളിയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ആശാനെ ഞാൻ പോയിട്ട് വരാം, നാളെ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഓ ഓ സബ്ഗുരു പറ. സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് പരിപാടിയിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഇങ്ങോട്ട് വരാഞ്ഞത്. വേറെന്തെങ്കിലും അർജന്റ് കാര്യം ഉണ്ടായിരുന്നോ? ചന്ദ്രന്റെ കാര്യം എന്തായിരുന്നു? 1000 കോടി. അത് ചന്ദ്രനെ തന്നെ മേടിക്കണ സബ്ഗുരു. ഞാനോട്ട് യാതൊരു ബന്ധമില്ലേ. 1000 കോടി രൂപ അത് ചന്ദ്രന്റെ കയ്യിൽ. അവനാണ് പമ്പിന്റെ ഓണർ, അവന്റെ റവന്യൂ. ഞങ്ങൾ അതിനകത്ത് ഇന്റർഫിയർ പോലും ചെയ്യത്തില്ല. അവന്റെ പൈസ ഇരിക്കുന്നത്. അത് ഞാൻ മേടിച്ചു തരാം എങ്ങനെയും. ഇല്ല, ഒരു ആക്ഷൻ എടുക്കുന്നത് കുഴപ്പമില്ല. അവന്റെ എന്തെങ്കിലും ജപ്തി ചെയ്തോണ്ട് കൊണ്ടുപോക്കോ. ഓക്കെ. അപ്പൊ നമ്മള് നാളെ തൊട്ട് പ്രോപ്പറായിട്ട്, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട്, 1-ാം തീയതി തൊട്ട്, നാളെ ചിലപ്പോഴേ വരത്തുള്ളൂ. അടുത്ത ലൈവോട്ട് ഞാൻ പറഞ്ഞില്ല, അടുത്ത ലൈവോട്ട് നമുക്ക് വേറെ ജോക്കിയെ കൊണ്ടുവന്നേക്കണടാ. ഞാൻ അങ്ങോട്ട്, ഞാൻ ഇവിടെ അടുത്ത് ഗരാജിൽ എവിടെയെങ്കിലും ചെയ്യുവാണേ. അടുത്ത ലൈവ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട്, മറ്റന്നാളായിരിക്കും ചിലപ്പോൾ മോസ്റ്റ്ലി ഞാൻ വരുന്നത്. മോസ്റ്റ്ലി ലൈവ് തൊട്ട് ഇനി നമ്മുടെ എന്നും RP ചെയ്യുന്നത് പോലെ നമ്മൾ RP കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. പിന്നെ എനിക്ക് ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അതായത് നമ്മൾ മിസ് ചെയ്തൊരു കാര്യം, അതിപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു. അതായത് ഇപ്പം ഈ EVXന്റെ ഈ ഫയല് ലീക്ക് ആയതിൻ്റെ മെയിൻ ഒരു കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ, EVXലുള്ള ഒരാളുടെ അടുത്താണ് ഈ MRCയിലെ CK മാരി വിളിച്ച് നമ്മുടെ OC ഡീറ്റെയിൽസ് ചോദിച്ചത്. മനസ്സിലായോ? നമ്മുടെ OC കാര്യങ്ങൾ ചോദിച്ചത്. അത് നാളെ ഇനി ചിലപ്പോൾ ഇവർ പറയുമായിരിക്കും നമ്മുടെ ഇതായിരിക്കും ചോദിച്ചത്. അതായത് ഫയൽ ഡീറ്റെയിൽസ് ആണോ ചോദിച്ചതെന്ന്. ഫയൽ ഡീറ്റെയിൽസ് അല്ല ചോദിച്ചത്. അവൻ കോളിനകത്ത് ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഇവരുടെ പെണ്ണേഴ്സോ ബാക്കി വെളിയിലുള്ള എന്തെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം എന്നുള്ളൊരു കാര്യം ചോദിച്ചായിരുന്നു. അത് ഈ EVXലുള്ള പയ്യൻ്റെ അടുത്താണ് വിളിച്ചത്. അവൻ എൻ്റെ G ലൈവിൻ്റെ പേഴ്സണൽ ക്യാമറാമാനും കൂടെ ആണ്. അപ്പം നമ്മളുമായിട്ട് വെളിയിലൊക്കെ വരുന്ന സമയത്ത്, ഞാൻ ഈ പാട്ടിൻ്റെ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും അപരാധത്തിന് പോകുന്നുണ്ടോ എന്നാണ് അവനമാർക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പം എൻ്റെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ 6 കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അത് അവന്മാർ ചെയ്തപ്പം നൈസായിട്ട് ഈ പറയണത് പോലെ അപ്പൊ അതവർ ചെയ്തപ്പോൾ നൈസായിട്ട് അവന്മാരുടെ ബന്ധങ്ങളും ട്രാക്കും വഴി നൈസായിട്ട് EVXനെ. പക്ഷെ EVX ഹാക്കിട്ട് കളിച്ച ആരാണേലും, അവൻ ഹാക്കിട്ടവൻ ഏതാണേലും തന്തയില്ലാത്ത കുണ്ണയാണ് അവൻ. പറയാൻ മനസ്സിലായോ? അവനെ ഒരിക്കലും ന്യായീകരിക്കത്തില്ല. അവനെ എനിക്ക് പുറത്താക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കിട്ട് കളിച്ച് പിടിച്ച പട്ടിയെ എനിക്ക് ഒരിക്കലും ഞാൻ ന്യായീകരിക്കത്തില്ല. അവൻ A ക്ലാസ് കഴിവില്ലാത്ത കുണ്ണയാണ്. അത് പറയാതിരിക്കാൻ വയ്യല്ലോ. ഞാൻ അവനെ ഒന്നും ഒരിക്കലും ന്യായീകരിക്കത്തില്ല. പിന്നെ ഇതിലോട്ട് ഇപ്പൊ ഇവരെ EVXനെ പിടിച്ചിട്ടേക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. മനസ്സിലായി? ഈ ആളെയാണ് വിളിച്ച് ചോദിച്ചത്. ഇയാളുടെ അടുത്താണ് നമ്മുടെ അടുത്ത് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ റിവലറി തീർത്തതാണോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇത് EVXലുള്ള മെമ്പർ, ഇപ്പോൾ കറന്റ് ഉള്ള മെമ്പർ ആണോ ഇതോ അതോ ഇവന്മാർ പുറത്താക്കിയ ആളാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതും കൂടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞ് നിർത്തുക ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഇനി ഇത് നമ്മൾ സംസാരിക്കത്തില്ല. നമ്മളിത് എൻ്റെ പാക്കുമാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി ഇത് സംസാരിച്ച് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി അവർക്ക് പറയാനുള്ള കാര്യം അവർക്ക് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ അതിനൊരു ആക്ഷൻ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ആരുടെ ഭാഗത്ത് ശരി, ആരുടെ ഭാഗത്ത് തെറ്റൊന്ന് ഇനി പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യാൻ വയ്യ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് വരാം. മറ്റന്നാൾ ആയിരിക്കും. ഞാൻ ഇന്നത്തെ എനിക്ക് ചെറിയൊരു പണി ചെയ്ത് തീർക്കാറുണ്ട്. ഞാൻ അതൊന്ന് ചെയ്ത് തീർത്തതിന് ശേഷം ഞാൻ ഇന്ന് പറ്റുമെങ്കിൽ കോച്ചിനെ കൊണ്ട് ലൈവ് ഇടിപ്പിക്കാം. ഞങ്ങൾ കുറച്ച് ഒരു 1.25 മണിക്കൂറിനകത്ത് ഞാൻ
കോച്ചിന്റെ ലൈവിലും എല്ലാം വരാം. കോച്ചിനെ കൊണ്ട് ലൈവ് ഇടിപ്പിക്കാം. അപ്പം ഇന്നോട്ട് നമ്മൾ പബ്ജി പീസ് തുടങ്ങും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. നാളെ തൊട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് ഞാൻ ലൈവ് വരും റെഗുലർ